അപ്പൊ ഞാൻ ഈ ഇൻഡസ്ട്രിയിൽ വന്നത് ജീവിക്കാൻ വഴിയില്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളത് കൊണ്ടോ ഒന്നും വന്നതല്ല. അത് സാലറി അത്യാവശ്യം നല്ല സാലറി ഉണ്ട്, വൈഫും വർക്ക് ചെയ്യുന്നുണ്ട്, അത്യാവശ്യം സാമ്പത്തിക ചുറ്റുപാട് വീട്ടിലുണ്ട്, ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ കഴിഞ്ഞുകൂടാ. പക്ഷേ എന്റെ സ്വപ്നങ്ങൾ അതിക്കൊക്കെ ഉപരിയാണ്. അതിനേക്കാൾ വലിയ വലിയ സ്വപ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് ആവശ്യമായിരുന്നു. എന്നുവെച്ചാൽ എന്റെ ട്രാവലിംഗ് മൂഡ് മാറ്റാനും കാറിലേക്ക് സഞ്ചരിക്കാൻ, ഇതൊക്കെ എന്റെ സ്വപ്നങ്ങളാണ്. ഡെയിലി കാറിൽ സഞ്ചരിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1,00,000 രൂപയെങ്കിലും, ഇപ്പോൾ 1 ലക്ഷം മതിയും തോന്നുന്നില്ല, 1,00,000 രൂപയെങ്കിലും മന്ത്ലി ഇൻകം കയ്യിൽ എക്സ്ട്രാ വരണം. അങ്ങനെ മാത്രമേ നമുക്ക് കാർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റൂ. കാർ വാങ്ങിച്ച് പോർച്ചിലിടുന്നത് ഏതൊരാൾക്ക് സാധിക്കും. കാരണം എന്താ, 0 EMI വരെ കാർ കിട്ടും, മന്ത്ലി അടവടച്ചാൽ മതി. പക്ഷെ അതില് എണ്ണ അടിച്ച് സർവീസ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് ഓടിക്കണമെങ്കിൽ നമ്മൾ ഒരു ജോലി ചെയ്താൽ, ഒരു ടീച്ചറെ ജോലി ചെയ്താൽ അത് സാധിക്കൂല, ഡെയിലി നടക്കൂല. അപ്പോ അങ്ങനെയൊക്കെയുള്ള വലിയ വലിയ സ്വപ്നങ്ങൾ ഉള്ളത് കൊണ്ട് ഞാൻ ഏറ്റെടുത്തൊരു ഇൻഡസ്ട്രിയാണ്. അപ്പോ നിങ്ങൾ വിചാരിക്കും ഞാൻ വന്നത് ഇപ്പോൾ ടീച്ചറൊക്കെ ആയതുകൊണ്ട് ആരോടും പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ പറ്റും വേഗം പെട്ടെന്ന് എല്ലാവരും കുട്ടികളെ, അല്ലെങ്കിൽ ഞാൻ ടീച്ചേഴ്സിനും ട്രെയിനിങ് എടുക്കുന്ന ട്രെയിനറും കൂടിയായിരുന്നു. ഏകദേശം 19-20 വർഷത്തോളം ഞാൻ ട്രെയിനറായിട്ടും ആണ് വർക്ക് ചെയ്തത്, ടീച്ചർ ട്രെയിനറായിട്ട്, അറ്റൻഡേഴ്സിന് ട്രെയിനിങ് എടുക്കുന്ന ആളൊക്കെ ആയിട്ട്. അപ്പൊ വിചാരിക്കും എന്താ എളുപ്പമാണ് സംഭവം, അയാൾക്ക് പറയാനുള്ള കഴിവുണ്ടല്ലോ, അല്ലെങ്കിൽ ട്രെയിനിങ് എടുക്കാനുള്ള കഴിവുണ്ടല്ലോ എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അതിവിടെ നമ്മുടേതായുള്ള കഴിവൊന്നും ഈ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ വേണ്ട എന്നുള്ളതാണ്. അധ്യാപകൻ അല്ലെങ്കിൽ ഒരു ടീച്ചർ എന്നുള്ള സ്കൂൾ മാഷ് എന്നുള്ള രീതി, അല്ലെങ്കിൽ ഒരു ടീച്ചർ എന്നുള്ള രീതിയിൽ കല്യാണം കഴിക്കാൻ ഞാൻ സ്കൂൾ ടീച്ചർ അല്ല, ഞാൻ സ്വന്തമായിട്ടൊരു സ്ഥാപനം നടത്തുന്ന ഒരു കോളേജിന്റെ പ്രിൻസിപ്പളാ. കല്യാണം കഴിക്കുന്ന സമയത്ത് ഞാൻ കോഴിക്കോട്ട് ടൗൺ ഒരു സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പൾ ആയിട്ടാണ് ഉള്ള സമയത്താണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഒരു എന്റെ മാരേജ് ഒക്കെ നടക്കുന്നത്. അതിനുശേഷം കല്യാണത്തിനൊക്കെ ശേഷമാണ്, മാരേജിനൊക്കെ ശേഷമാണ്, മകളൊക്കെ ഉണ്ടായ ശേഷമാണ് ഞാൻ സ്കൂൾ ജോയിൻ ചെയ്യുന്നത്, സർവീസിൽ ജോയിൻ ചെയ്യുന്നത്. അപ്പോ ഒരു ടീച്ചർ എന്നുള്ള രീതിയിലാണ് നിങ്ങളെ കല്യാണം കഴിച്ചത്, അല്ലാണ്ട് സോപ്പും ബെസ്റ്റും വെക്കുന്ന ആക്കല്ല. അപ്പോ വീട്ടിൽ നിന്ന് വൈഫിന്റെ തന്നെ ഒബ്ജക്ഷൻ ഉണ്ടായത് നമുക്ക് ഡെയിലി ഫേസ് ചെയ്യേണ്ട ഒരു ആളാണുള്ളത്. അങ്ങനെ ഉള്ള സമയത്താണ് അപ്പൊ എന്ത് ചെയ്യുന്നേ, നമ്മളെ ലീഡേഴ്സ് ദരീസറൊക്കെ ഓരോ മീറ്റിംഗ്സ് പ്രോഗ്രാംസിനൊക്കെ വിളിക്കും. ഇവരറിയാതെയാണ് ഞാൻ പോകുന്നത്. വൈഫ് വർക്ക് ചെയ്യുന്നത് ടൗണിൽ തന്നെ മേഴ്സി കോളേജ് എന്നറിയും, അവിടെ അന്ന് ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞങ്ങൾ ഒന്നിച്ചാണ് വീട്ടിൽ നിന്ന് പോകുക. അന്ന് സ്പ്ലെൻഡർ ബൈക്കിനാണ് പോകുന്നത്. ബൈക്കിന് പോകുന്ന സമയത്ത് അവരെ ഞാൻ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ടാണ് തിരിച്ച് ഞാൻ സ്കൂളിലേക്ക് വരുന്നത് സാധാരണ. അപ്പൊ ഞാൻ തിരിച്ച് സ്കൂളിലേക്ക് വരികയാണെന്നുള്ളൊരു വ്യാജേന ഞാൻ എന്ത് ചെയ്യും, അവിടെ തിരിച്ച് കോളേജിന്റെ അടുത്ത് തിരിച്ച് എരഞ്ഞിപ്പാലം ഭാഗത്ത് തിരിച്ച് വന്നിട്ട് വീണ്ടും നടക്കാവ് കൂടി ഞാൻ ടൗണിലേക്ക് പോകും, അവരറിയാതെ. തിരിച്ച് 4 മണിക്കാണ് ഇവർക്ക് വൈഫിന്റെ ക്ലാസ് കഴിയുക, അപ്പൊ എന്റെ ക്ലാസ് കഴിഞ്ഞ ടൈം. ആ ടൈം ആകുമ്പോഴത്തേക്ക് ഞാൻ എന്ത് ചെയ്യും, തിരികെ ഇവിടെ പോയ വിവരമൊന്നും അറിയൂല. പക്ഷെ ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഈ പ്രോഗ്രാമുകൾക്ക് പോകുന്നത് കൊണ്ട് GTS പോകാൻ GTS പോകുന്ന ഒരു പ്രശ്നമില്ല, അതറിയല്ലോ എന്തായാലും പറഞ്ഞല്ലോ. അങ്ങനെയാണ് ഞാൻ എനർജി വിടാതെ, അല്ലെങ്കിൽ ഇതിന്റെ ട്രെയിനിങ് എല്ലാം മീറ്റിങ്ങുകളെല്ലാം ഞാൻ അറ്റൻഡ് ചെയ്ത് പോകുന്നത്. പർച്ചേസ് ചെയ്യുന്നത് അന്നേരമല്ല, പർച്ചേസ് ചെയ്യുന്ന എപ്പോഴാ നമ്മുടെ ബെല്ലിസാറ് ഫസ്റ്റ് ടൈം സീലിംഗ് പ്ലാൻ ചെയ്യുന്നതിന് ഒരു പ്ലാനിങ് മീറ്റ് മലബാർ ഇന്നിൽ വെച്ച് നടന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 10-60 ഒന്നല്ല, ഒരു 100ന്റെ അടുത്ത ആളുകളുള്ള ഒരു മീറ്റിംഗ് ആണ്. ആ മീറ്റിംഗിൽ ഡിസ്കഷനൊക്കെ കഴിഞ്ഞ് ലാസ്റ്റിൽ വട്ടത്തിലിരുന്ന് പ്ലാനിങ്ങിന് വേണ്ടി, അതായത് ആ വീക്കിൽ നടക്കേണ്ട പ്ലാനിങ്ങിന് വേണ്ടി ഓരോരുത്തരും ഓരോ ഗ്രൂപ്പായിട്ട് വട്ടത്തിലിരിക്കുന്നുണ്ട്. അപ്പൊ എന്റെ കൂടെ ഇരിക്കാൻ ഒരാളില്ലല്ലോ, ഞാൻ മാത്രമല്ലേ ഉള്ളൂ. അങ്ങനെ ഓരോരുത്തരും ചില ടീം എന്ന് പറയുന്നുണ്ട് ഒരു 5 ലക്ഷത്തിന്റെ സൈസ് കൊണ്ടുവരാം, ഒരു ടീം ഒന്നിച്ച് 3 ലക്ഷത്തിന്റെ 1 ലക്ഷത്തിന്റെ, അങ്ങനെ ഓരോരുത്തരും അവരുടേതായ ടീമിന്റേതായ എമൗണ്ട് അവർ പറയുന്നുണ്ട്. അപ്പൊ ധനേഷ് സാർ ചോദിച്ചു, നിങ്ങളുടെ ടീമിൽ നിന്ന് എത്ര കിട്ടുക? എന്റെ ടീമിൽ നിന്ന് എനിക്ക് ടീം ആരില്ല, ഞാൻ മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു, ഒരു 10,000 രൂപ 10,000ത്തിന്റെ പർച്ചേസ് ഞാൻ ചെയ്യാന്നാണ്. അതാണ് എന്റെ ആദ്യത്തെ പർച്ചേസ്. പക്ഷെ ഈ 10,000ത്തിന് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇത് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ സാധനം. അപ്പൊ ഞാൻ പറഞ്ഞ സാധനം നിങ്ങളെ കയ്യിൽ തന്നെ നോട്ടെ. അന്ന് ധനീഷ് സാറിന് ഒരു ടാറ്റേന്റെ മൻസ എന്ന് പറഞ്ഞൊരു കാറാണ്. ആ കാറിന്റെ ഡിക്കിയിലായിരുന്നു എന്റെ സാധനങ്ങളൊക്കെ ഉള്ളത്. ഞാൻ വാങ്ങിച്ച സാധനം ആ കാറിന്റെ ഡിക്കിയിലാണ്, ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോയില്ല. ഞാനെല്ലാം പർച്ചേസ് ചെയ്യുന്നതും അതിനെ. അന്ന് ബെല്ലി സാറ് അദ്ദേഹത്തിന്റെ വണ്ടിയിൽ നിന്നാണ് സാധനം എടുത്തിരുന്നത്, കൊണ്ടുതരുന്നത്. അപ്പൊ ഞാൻ വീട്ടിലേക്ക് ആ പ്രോഡക്റ്റ് കൊണ്ടുപോയിട്ടേ ഇല്ല. പക്ഷെ വീട്ടിലേക്ക് കൊണ്ടുപോയ പ്രശ്നമാവും. ഈ സംഭവം ഞാൻ തുടങ്ങി എന്നുള്ളത് വീട്ടിലറിയാലോ. ഇനി എന്റെ വീട്ടിലില്ല, എന്റെ അമ്മ തറവാട്ടില്, എന്റെ സ്വന്തം വീടുണ്ട് തറവാട്, ഞാൻ ഇപ്പൊ താമസിക്കുന്നതാണ്. അവിടത്തേക്ക് പോകാൻ എനിക്ക് പറ്റുന്ന അവസ്ഥയല്ല. കാരണം എന്താ, അച്ഛനും അമ്മയും ഒക്കെ ടീച്ചേഴ്സാണ്.
അച്ഛൻ ഹെഡ്മാഷായിട്ട് റിട്ടയർ ചെയ്താണ്. പിന്നെ അത്യാവശ്യം സാമൂഹ്യ പ്രവർത്തനമൊക്കെ ഉണ്ടായിരുന്നു പണ്ട്. ഞാൻ ചെറിയ ചെറുപ്പത്തിലുള്ള സമയത്ത്. അപ്പൊ ഒരു പേരും പെരുമയൊക്കെ ഉള്ള ഒരു ആളാണ്. അത് അമ്മ പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോഴിക്കോട് ആഴ്ചോട്ട് ഹൈസ്കൂളിൽ നിന്ന് റിട്ടയർ ചെയ്ത ടീച്ചർ തന്നെയാണ്. അമ്മേന്റെ കുടുംബത്തിൽ ഭൂരിഭാഗം ആൾക്കാരും അധ്യാപകരൊക്കെയാണ്. അപ്പൊ അമ്മ എന്നോട് പറഞ്ഞ് ഇടങ്ങി അച്ഛന്റെ പേര് കളയരുത്. എന്ത് ഈ സോപ്പും പേസ്റ്റും കക്കൂസ് കഴുകുന്ന സാധനമൊക്കെ വിറ്റ് നടക്കാനല്ല എന്ത് ചെയ്തത്, അതല്ല എന്റെ പണി. അങ്ങനെയാണല്ലോ, കക്കൂസ് കഴുകുന്നതാണല്ലോ നമ്മൾ ടോയ്ലറ്റ് ക്ലീനർ. ഈ സാധനങ്ങളൊക്കെ വിറ്റ് നടന്ന് അച്ഛന്റെ പേര് നീ കളയരുതാണ്. അപ്പൊ എനിക്ക് അവിടേക്കും പോകാൻ പറ്റാത്ത അവസ്ഥ. ഭാര്യ വീട്ടിലേക്കാണെങ്കിൽ വൈഫ് ഹൗസിലുള്ള എന്താണ് നല്ലൊരു പണി ഉള്ള ഒരാളാണ് എന്നുള്ളതാണ്. അവിടത്തേക്ക് പോകാനും ബുദ്ധിമുട്ടാണ്. ഇനി അവിടത്തേക്ക് ഞങ്ങൾ പോകേണ്ട ഒരു കേസ് വരികയാണെങ്കിൽ എന്റെ ഭാര്യ എനിക്ക് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഇവിടുന്ന് പുറപ്പെടുമ്പോൾ തന്നെ ഞാൻ അവിടെ ഈ പോകുന്നതിന്റെ ഉദ്ദേശം എന്താ വെച്ചാൽ എന്റെ അളിയനെ ഈ ബിസിനസ് കൊണ്ടുവരണം. അളിയനെ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവരണം. എനിക്കിപ്പോ ഞാൻ പറഞ്ഞാൽ കേൾക്കുന്ന ഒരാളിപ്പോ അയാളേ ഉള്ളൂ. അയാൾ എന്തെങ്കിലും കൊണ്ടുവരണ്ടല്ലോ എന്നുള്ള ധാരണയിലാണ് പോവുക. പക്ഷേ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുന്നതിന്റെ കുറച്ച് മുമ്പ് തന്നെ ഇവിടുന്ന് ഒരു കോൾ അങ്ങോട്ട് പോകും, ഞങ്ങൾ വരുന്നുണ്ട് നീ വിട്ടോന്ന്. ആ ഒരു ഭാര്യ അനുജനോട് വിളിച്ചറിയാം. അപ്പൊ ഞങ്ങൾ അടുത്തുമ്പോ അയാളാണ് ഉണ്ടാവാൻ പാടില്ല. ഒരു സമയത്തും അദ്ദേഹത്തിനാണ് കാണില്ല. അഥവാ കാണുകയാണെങ്കിൽ ഷർട്ട് ഇട്ട് പുറത്തേക്ക് ഇറങ്ങി അപ്പം വരട്ടോ എന്ന് അറിയും. പിന്നെ വരൂല, പിന്നെ ഞങ്ങൾ പോയിട്ടേ വരും. പക്ഷെ ആ അളിയൻ ഇന്ന് എന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലീഡറാണ്, FTC ലീഡറാണ്. അയാൾ സർവീസിലുള്ള ആളിനാണ്. അയാൾ എപ്പോഴും സർവീസിലുണ്ട്. പക്ഷെ സർവീസിനേക്കാളും സീരിയസ് ആയിട്ട് ഉറക്കൊഴിഞ്ഞിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, നൈറ്റ് ഡ്യൂട്ടി എടുത്തിട്ട് ഡേയില് മൈ ലൈഫിന്റെ വർക്കാണ് ചെയ്യുന്നത്. RTC ടച്ചിങ് ആണ്. അപ്പൊ ആ രീതിയിൽ ആക്കിയെടുത്ത്. പക്ഷെ അവരെ കൊണ്ടുവരാൻ ഞാൻ 1.5 വർഷം ഞാൻ എടുത്തു. എന്താ പണി എന്റെ വീട്ടിൽ തന്നെയല്ലേ കിട്ടുന്നത് എനിക്ക്. കപ്പലിൽ തന്നെയാണ് കള്ളല്ലേ. കാരണം എന്താ, വൈഫാണ് വിളിച്ചറിയുന്നത് വിട്ടോ ഞങ്ങൾ വരുന്നുണ്ട് എന്ന്. അയാളെ ഞാൻ കൊണ്ടുവന്ന കഥ എങ്ങനെയാ വെച്ചാൽ, ഇവര് ഫാമിലി ആയിട്ട് ഒരു ദിവസം എന്റെ വീട്ടിൽ വന്ന് രാത്രി ഇവിടെ സ്റ്റേ ചെയ്യാണ്. ഇവിടെ താമസിക്കാൻ വരും. അങ്ങനെ ഇവിടേക്ക് വരുന്നതാണ്. അങ്ങനെ ഒരു ദിവസം വന്ന സമയത്ത് രാത്രി ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ മെല്ലെ എന്റെ റൈറ്റിംഗ് പാഡ് എടുത്തു, പേന എടുത്തു, ഈ പിന്നെ അളിയന്റെ അടുത്ത് പോയിരുന്ന് ഈ വട്ടം വരയ്ക്കൽ തുടങ്ങി. അപ്പൊ ഇവർ കേൾക്കാണ്ടിരിക്കാൻ ഒരു നിർവാഹമില്ല. കാരണം എന്താ, എന്റെ വീട്ടിലാണുള്ളത്. ഇപ്പൊ പെട്ടെന്ന് പോകാനും പറ്റില്ല, നാളെ രാവിലെ പോകാൻ പറ്റുള്ളൂ. പക്ഷെ മൂപ്പർ കേട്ട സമയത്താണ് ഈ വട്ടം വരച്ച് ഇതിന്റെ എല്ലാ ഒബ്ജക്ഷനും ഒക്കെ വ്യക്തമായി ഒരു ചെറിയൊരു സമയം കൊണ്ട് ഒരു 10-15 മിനിറ്റോട് ഞാൻ പ്ലാന് പറഞ്ഞു. അധികം പറഞ്ഞാൽ ഇവൻ ക്ഷമ ഉണ്ടാവില്ലല്ലോ. വേഗം ഞാൻ സീലിംഗ് 2010 പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആ പ്ലാൻ എങ്ങനെയാ പറയുന്നത്, ഇങ്ങനെ നമ്മൾ വന്നാൽ മതി, നമ്മൾ ബ്രാഞ്ച് 1-ലും ബ്രാഞ്ച് 2-ലും ഒരു ഫ്രണ്ടിൽ ഒരു സ്വത്തം കൊണ്ടുവന്നാൽ മതി. ഒക്കെ സിമ്പിൾ ആയിട്ട്, വളരെ വളരെ സിമ്പിൾ ആയിട്ടാണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോ ഇവരെടുക്കുന്ന എന്തെങ്കിലും വാങ്ങിയാൽ മതി ഇവർക്ക്. അപ്പൊ ഇവർക്ക് വേണ്ട സാധനങ്ങൾക്ക് സോപ്പും പേസ്റ്റും ഒക്കെ തന്നെയാണ്. ഇതെന്തായാലും എല്ലാവരും വാങ്ങുന്നുണ്ടല്ലോ. അങ്ങനെയൊക്കെ വളരെ സിമ്പിൾ ആക്കി എന്നെ കൊണ്ട് കഴിയുന്ന പോലെ ഞാൻ പറഞ്ഞു കൊടുത്തു. സംഭവം എന്ത് ചെയ്തു, ക്ലിക്കായി. അദ്ദേഹം ഐഡിയ അടിച്ചു. പക്ഷെ ഇദ്ദേഹം ഐഡിയ അടിക്കുന്നതിന് മുമ്പ് ഞാൻ എന്റെ വേറെ ഒരു 5-10 സുഹൃത്തുക്കൾ ഐഡിയ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ. പക്ഷെ എന്താ പർച്ചേസും അങ്ങനെയൊന്നും വന്നിട്ടൊന്നുമില്ല. ഇങ്ങനെയാണ് പിന്നെ എന്റെ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ലീഡർ ആയിട്ടുള്ള പിന്നെ STC ടച്ചിങ് RTC ഞാൻ കൊണ്ടുവരുന്നത്. പിന്നെ എല്ലാവർക്കും പറ്റുന്ന പോലുള്ള വേറെ അബദ്ധം ഉണ്ട്. എന്താണ്, നമ്മള് ഒറ്റയ്ക്കാണ് പണിയെടുക്കുക. പ്ലാന് കേട്ട ഉടനെ തന്നെ പോയിട്ട് എന്ത് ചെയ്യും, നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളുകളോട് പോയിട്ട് പ്ലാൻ അങ്ങോട്ട് പറയും. പ്ലാൻ പറയുമ്പോൾ എന്താ പറയാ, നമ്മൾ അയാളൊരു കാര്യം കൺവിൻസ് ചെയ്യാനാണ് പോകുന്നത്. പക്ഷെ അയാൾ നമ്മൾ പറഞ്ഞതിനേക്കാൾ കൂടുതൽ കാര്യം നമ്മൾ അങ്ങോട്ട് കൺവിൻസ് ചെയ്യിക്കും. ഇത് 6 മാസത്തേക്ക് ഉള്ളൂ, മുൻവിധി അവർക്ക്. ഇതിന്റെ പറ്റി ജാതക കുറെ കയ്യിലാണ് ആയിരിക്കും നമ്മളെ കമ്പനീന്റെ. ഇത് 6 മാസേ പോകുള്ളൂ. പിന്നെ ഈ സാധനം പിന്നെ എന്ത് ഗ്യാരണ്ടി ഉള്ളത്, ഇത് എവിടെ ഉണ്ടാക്കുന്നത്, അങ്ങനെ പല 100 ചോദ്യങ്ങൾ ഇങ്ങോട്ട് പറയുകയും ചെയ്തിട്ട് പിന്നെ ഇവരങ്ങ് പണി നിർത്തുക. നമ്മളിപ്പോ പുതിയ ആൾക്കാരോട് പറയുന്ന സമയത്ത് ഇപ്പൊ ഇതിൽ പുതുതായി ഇപ്പൊ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത ആളുണ്ടെങ്കിൽ ഒരു 2-3 ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത്, ഇനി അതല്ല ഒരു 10-50,000 പ്രോഡക്റ്റ് വീട്ടിലെടുത്ത് നിങ്ങൾ പറഞ്ഞു നോക്കി, അത് കുഴപ്പമില്ല. ഇത് നല്ല പ്രൊഡക്റ്റ് ആണെന്ന് പറഞ്ഞാൽ പ്ലാൻ ഒന്നും പറയാൻ നിൽക്കണ്ട. പ്ലാൻ പറയണമെങ്കിൽ ട്രെയിനിങ് കിട്ടി പറഞ്ഞ് പഠിച്ചിട്ട് വേണം. അല്ലെങ്കിൽ ലീഡർ ഉള്ളപ്പം പറയാം, ലീഡറോട് കൂടെ നിന്ന് പറയാം. എനിക്ക് പറ്റിയതാ, എനിക്ക് 2 മാസമല്ല 2-3 മാസത്തോളം ഞാൻ ഒറ്റയ്ക്കാ പ്ലാൻ പറഞ്ഞുകൊണ്ട് പോകുന്നത്. ഇപ്പൊ ആൾക്കാരോട് പ്ലാൻ പറയുന്നത്. ആ പ്ലാൻ പറഞ്ഞിട്ട് എല്ലാവരും നിന്നെ അനുഗ്രഹിച്ചിടും. 2-10 2,10,000 ആയിക്കോട്ടെ, നിനക്ക് കിട്ടുന്ന സമയത്ത് എനിക്ക് എന്തെങ്കിലും വായ്പ തന്നാൽ മതി, ഇതൊക്കെ അറിയാം, നീ വാങ്ങാദ്യം. അങ്ങനെ ഒക്കെ ആണ് പറഞ്ഞു പോകുന്നത്. അപ്പോ
എന്നിട്ട് ഞാൻ പിന്നെ എങ്ങനെയാ എന്റെ ശരിക്കും ഒരു വരുമാനത്തിലേക്ക് ഇറക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ എന്നെ സ്പോൺസർ ചെയ്ത് വ്യക്തി അല്ലെങ്കിൽ എന്റെ മെന്റർ ചെയ്യുന്ന ആള് ധനീഷ് മാധവൻ സാറാണ്. ധനീഷ് സാറോട് പറഞ്ഞു, സാറേ പിന്നെ ഒന്നും നടക്കുന്നില്ല ഈ കാര്യങ്ങള്, പിന്നെ ഒരാളെ നമുക്ക് പറയാനുണ്ട്, ഒരാൾ പ്ലാൻ പറയാനുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ കോഴിക്കോട്ട് തന്നെ, ഞാൻ കുറച്ച് വലിയ പരിചയം, വലിയ പരിചയം, ഒരു 2-3 വർഷത്തെ ഒരു പരിചയമുണ്ട്. സ്ഥിരമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വലിയ, പിന്നെ അങ്ങനെ ബന്ധം വന്ന ഒരാളുണ്ട്, ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയിട്ടുള്ള ഒരാള്. അദ്ദേഹത്തിന്റെ അടുത്ത് പ്ലാൻ പറയാൻ വേണ്ടി പോയി. അതായത് കുറെ ഏജിലുള്ള ആളാട്ടോ, ഒരു 60-65 വയസ്സ് ആ സമയത്ത് ഉണ്ടാവും അദ്ദേഹത്തിന്. അപ്പോ അയാളുടെ അടുത്ത് പ്ലാൻ പറയാൻ പോയ സമയത്ത് ധനീഷ് സാറ് അവിടെ സിസ്റ്റമൊക്കെ ഉണ്ട്, കമ്പ്യൂട്ടറും അദ്ദേഹത്തിന്റെ ഓഫീസിലായിട്ട് വേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഇരുത്തി പിന്നെ സൈറ്റ് എടുത്ത് ഓരോന്ന് ഓപ്പൺ ചെയ്ത് ഇങ്ങനെ കാണിച്ചു കൊടുത്തു, ആധികാരികമായിട്ട്. അതായത് വെബ്സൈറ്റിൽ ഇൻകം ടാക്സ് സൈറ്റ് എടുത്ത് കാണിച്ചു കൊടുത്തു. അതൊക്കെ ഓരോന്ന് വായിച്ചാണ് എടുത്തു. എല്ലാം കേട്ടപ്പോ ഓക്കെ. അദ്ദേഹം പറഞ്ഞെന്താ വെച്ചാൽ, ഫേസ് വാല്യൂവിന്റെ പുറത്ത് നമുക്ക് സെയിൽസ് വരുന്ന പറയാനല്ലേ. എന്നോട് എന്നെ സൂരജ് എന്ന് അദ്ദേഹം വിളിക്കാൻ. സൂരജ് പറഞ്ഞാലേ നമുക്ക് ചെയ്താളയാ. എന്നോട് ചോദിച്ചു എത്ര പൈസ വേണ്ടത് ചോദിച്ചു. വലിയ സന്തോഷമായി. ഞാൻ 1 ലക്ഷം എടുക്കല്ലേ സാർ? ആ ഓക്കെ എന്നാണ്. 1 ലക്ഷത്തിന്റെ പ്രൊഡക്റ്റ് എടുക്കാതെ ഓക്കെ തന്നെ. അങ്ങനെ ഐഡിയ ഒക്കെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ പിന്നെ അത് എന്നോട് ചോദിക്കാണ്, അല്ല നമുക്ക് തുടക്കത്തിൽ ആദ്യം കുറച്ച് പ്രൊഡക്റ്റ് എടുത്തിട്ട് പിന്നെ അത് സെല്ലാവുകയാണെങ്കിൽ ചെയ്താൽ പോലെ, സെല്ലാവുമ്പോൾ ബാക്കി എടുത്താൽ പോലെ ചോദിച്ചു. ഓ ആയിക്കോട്ടെ, അങ്ങനെയാണ് നമുക്ക് 7 ഐഡി ആക്ടിവേഷൻ ആക്കുന്ന രീതിയിൽ അങ്ങ് തുടങ്ങാണ്. അപ്പൊ 7-5-35 5000 ആണല്ലോ ഒരു ഐഡി ആക്ടിവേഷൻ ആക്കാനുള്ളത്. അപ്പൊ അവരുടെ അച്ഛന്റെയും അവരുടെയും ഭാര്യന്റെയും മകന്റെയും പേരിൽ ഐഡി അടിച്ചിട്ട് 7 ഐഡി ആക്ടിവേഷൻ എന്നുള്ള രീതിയിൽ ഞങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞത് കൊണ്ട് ചെയ്യാന്നല്ലാതെ പൈസേന്റെ പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ല. അയാളെ മകനും പിന്നെ മകൻ അന്ന് എന്തോ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ മകള് ഇവിടെ ഇല്ല, പിന്നെ ഓസ്ട്രേലിയയിലോ മറ്റാള്. ഒരുപാട് പൈസ, ഒരു ഏകദേശം ഒരു 2-3 ലക്ഷം റുപ്യ എപ്പോഴും SB അക്കൗണ്ടിൽ ഉണ്ടാവുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ വാടക കിട്ടാനുണ്ട്, പിന്നെ ബാങ്കുകളുടെ ഈ വർക്ക് ചെയ്തിട്ടുള്ള ഫണ്ട് കിട്ടും. നല്ല ഫിനാൻഷ്യലി സെറ്റപ്പ് ഉള്ള വ്യക്തിയാണ്. അപ്പം ഇദ്ദേഹത്തിന് ഫോൺ പേയും ഗൂഗിൾ പേ ഒന്നുമില്ല. അപ്പൊ ഫണ്ട് എങ്ങനെയാണെന്നുള്ളത് അക്കൗണ്ടിലാണ് ഉള്ളത്. ധനീഷ് സാർ ഫോൺ പേ ആ സമയം ഇൻസ്റ്റാൾ ചെയ്ത് ഓൺ സ്പോട്ട് എറണാകുളം ഓഫീസിൽ നിന്ന്, അന്ന് കോഴിക്കോട്ടില്ല, എറണാകുളം ഓഫീസിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തു ഓൺ സ്പോട്ട്. എന്നിട്ട് അന്ന് 800 രൂപ ഏറ്റാൻ അതിന്റെ കൊറിയർ ചാർജ് ഉണ്ട്, അതടക്കം ചാർജ് ചെയ്തു. പിറ്റേ ദിവസം തന്നെ പ്രോഡക്റ്റും വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് വീട്ടിലേക്ക് കൊറിയറായിട്ട് എത്തും. കൊറിയറായിട്ട് എത്തിയിട്ട് ആ സെയിൽസ് കാണിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, വേറെ എന്റെ ഒരു ബന്ധുവിനെ പറഞ്ഞു, ഇങ്ങനെയാണ് ബിസിനസ്. ചൊവ്വാഴ്ച ഞാൻ അന്ന് ചെയ്ത ടെക്നിക്ക് എന്താ വെച്ചാൽ, അന്ന് നടക്കാവിലാണ് അദ്ദേഹത്തിന്റെ വീട്. നടക്കാവിൽ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് തന്നെ ഞാൻ ഇയാളെ വിളിച്ചിരുത്തി. എന്റെ അടുത്ത വ്യക്തിനെ സെയിൽസ് എടുക്കാനുള്ള ആളെ വിളിച്ചിട്ട് പ്ലാനൊക്കെ പറഞ്ഞു കൊടുത്തു. ചൊവ്വാഴ്ച ആയതുകൊണ്ട് ആ പ്ലാനൊക്കെ പറഞ്ഞ് നമുക്ക് നേരെ നളന്തയിലേക്ക് കൊണ്ടുപോയി. നളന്തയെ കൊണ്ടുപോയി ഇരുത്തിയ സമയത്ത് മൂപ്പര് കൺവിൻസ് ആയി. 25-ന് എടുക്കാൻ അദ്ദേഹം ഇങ്ങോട്ട് പറഞ്ഞു. അങ്ങനെ 2 സെയിലും കൂടി ആകുമ്പോൾ പിന്നെ 10 പേരെന്നോ ഞാൻ ചെയ്ത സെയിൽസ് എല്ലാം കൂടി ഉണ്ടായിരുന്നു. എന്റെ ആദ്യത്തെ ആഴ്ചയുള്ള വരുമാനം എന്ന് പറഞ്ഞാൽ 4184 രൂപ ആദ്യ ആഴ്ച വരുമാനം വാങ്ങി. കോൺഫിഡൻസ് ആയി. ഇതിൽ നിന്ന് കമ്പനിയിൽ നിന്ന് പൈസ കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മൾ അങ്ങോട്ട് പൈസ കൊടുത്താലും സാധനം ചെയ്താലും പർച്ചേസ് ചെയ്താലും ഇങ്ങോട്ട് ഇൻകം ആയിട്ട് അക്കൗണ്ടിലേക്ക് വരുന്നതാണല്ലോ പറയുന്നത്. അതൊരിക്കലും വരൂല, അല്ലെങ്കിൽ പറ്റിക്കലാണെന്നൊക്കെയാണ് ഞാൻ ഇതുവരെ പ്ലാൻ പറഞ്ഞ ആൾക്കാരൊക്കെ എന്നോട് പറഞ്ഞത്. പക്ഷെ അത് വിശ്വാസം വന്നു. പിന്നെ ഞാൻ ലീഡറെ പ്രത്യേകിച്ച് സഹായത്തിനൊന്നും പോയില്ല. കാരണം വെച്ചാൽ ഒരു ഡയറക്ട് സെല്ലിംഗ് എന്താന്നുള്ള മുൻ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ പരിചയം എനിക്കുണ്ട്. പക്ഷെ അതൊന്നും ജെന്യുയിൻ ആയിട്ടുള്ള കമ്പനി ആയിരുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇപ്പൊ എത്തിപ്പെട്ടത് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കമ്പനിയിലാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അഭിമാനിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാവരും, ഞാൻ വിശ്വസിക്കുന്നത് നമ്മൾ ഓരോരുത്തരും ദൈവാനുഗ്രഹമുള്ള വ്യക്തികളാണ്. അതുകൊണ്ട് മാത്രമാണ് ലോകത്തിൽ തന്നെ നമ്പർ 1 ആയിട്ടുള്ള ഡയറക്ട് സെല്ലിംഗ് കമ്പനിയായ MI ലൈഫ് സ്റ്റൈലിന്റെ ഡിസ്ട്രിബ്യൂട്ടർമാർ, അതായത് പാർട്ട്ണർമാരായി മാറിയ ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. നമ്മൾ വെറും തൊഴിലാളികൾ പോലെയല്ല, പാർട്ട്നേഴ്സ് ആണ്. ഇപ്പൊ നാഷണൽ ടീം കോർഡിനേറ്റർ എന്ന് പറഞ്ഞാൽ റാങ്കിന്റെ വാല്യൂ നിങ്ങൾക്ക് അറിയാവോ? എന്താണ്? കമ്പനിയുടെ അഡ്വൈസറി ബോർഡ് മെമ്പറാണ്. കമ്പനി ഒരു തീരുമാനം എടുക്കുമ്പോൾ ആ തീരുമാനം എടുക്കുമ്പോൾ മീറ്റിംഗ് വിളിച്ച് ആലോചിക്കുന്ന വ്യക്തികൾ എന്നാ പറയാ, അഡ്വൈസറി ബോർഡ് മെമ്പേഴ്സ് അറിയുന്നത്. നമ്മൾ ഓട്ടോമാറ്റിക് നമ്മുടെ റീജിയണൽ മാനേജർ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അവരുടെ ഗ്രൂപ്പിലേക്ക് ഇടയും. അപ്പോ എല്ലാ ഇൻഫർമേഷൻസും ഇപ്പൊ ഓൾ ഓവർ ഇന്ത്യ നടക്കുന്ന പിന്നെ മീറ്റിങ്ങുകളുടെ പ്രോഗ്രാംസ് ഓഫീസർ ഡയറക്റ്റ് അല്ലെങ്കിൽ ആ ഗ്രൂപ്പിൽ നേരിട്ട് ഡയറക്റ്റ് NTCക്ക് അയച്ചു കിട്ടും. NTCക്ക് കിട്ടും.
ഇപ്പോഴാണ് ഞാൻ ഇപ്പൊ എന്ത് ചെയ്യുന്നത്, പല പല സ്ഥലത്തുള്ള ഞാൻ പോലും അറിയാതെ തമിഴ്നാട്ടിലൊക്കെ മീറ്റിംഗ് സെന്ററിന്റെ മെസ്സേജസ് ഇവിടേക്ക് വരുന്നത്. അപ്പൊ കമ്പനിയായിട്ട് കുറച്ചും കൂടി അടുത്ത് കമ്പനിയുടെ ഒരാളായിട്ട് തന്നെയാണ് നമ്മൾ ഓരോ വ്യക്തികളെയും കാണുന്നത്. ഓരോ റാങ്ക് എത്തുമ്പോൾ അതിനനുസരിച്ചുള്ള ഒരു പ്രയോറിറ്റി കിട്ടുന്നേ ഉള്ളൂ. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായി, നമ്മുടെ കമ്പനിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താ അറിയോ, നമുക്കിപ്പോ ഇവിടെ ഇരിക്കുന്ന ഇന്നലെ സ്റ്റാർട്ട് ചെയ്ത അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച സ്റ്റാർട്ട് ചെയ്ത ഒരു വ്യക്തി ഉണ്ടെങ്കിൽ, ഒരു വീട്ടമ്മ ഉണ്ടെങ്കിൽ പോലും അവർക്ക് പോലും സപ്പോർട്ട് ചെയ്യാൻ 24 മണിക്കൂർ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കമ്പനിയാണ് MI ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ്. നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടായി, കമ്പനിയുടെ നമ്മുടെ ഓഫീസ് നമ്പറിൽ ഒരു കോള് പോയാൽ ആ പ്രശ്നം പറഞ്ഞു തന്നിട്ട് അല്ലെങ്കിൽ ആ പ്രശ്നം പരിഹരിച്ചിട്ട് മാത്രമേ അവരാ ഫോൺ വെക്കുള്ളൂ. ഞാനിത് അനുഭവിച്ച വ്യക്തിയാണ്. ഞാൻ ഇപ്പോഴല്ല, ഇന്ത്യ ഷോപ്പി എന്നുള്ള ഇന്ത്യ ഷോപ്പിയിൽ രജിസ്ട്രേഷൻ ചെയ്യണം. നമുക്ക് ഓൺലൈൻ ആയിട്ട് നമുക്ക് പ്രൊഡക്റ്റ് കിട്ടുമല്ലോ, ഇന്ത്യ ഷോപ്പി ത്രൂ വാങ്ങിക്കാലോ. അപ്പൊ ഞാൻ അതിന് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ഓഫീസിൽ വിളിച്ച സമയത്ത് അപ്പൊ എന്തോ രജിസ്ട്രേഷൻ എന്തോ ഒരു ടെക്നിക്കൽ കുറച്ച് സമയം എടുത്തു. ഞാൻ ഒരു 11 മണിക്കാണ് രജിസ്ട്രേഷൻ അവർ കോൾ ചെയ്തതെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അവർ OTP വന്ന് OTP വന്നൊന്ന് വിളിക്കും. ഏകദേശം ഒരു 4 മണി വരെ ഇവർ എന്നെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, വിളിക്കുന്നുണ്ട് ആ രജിസ്ട്രേഷൻ ആകുന്നത് വരെ. അത് കറക്റ്റായെന്ന് വെച്ചിട്ട്. അപ്പൊ ആ രീതിയിൽ സപ്പോർട്ടിങ് സിസ്റ്റം ഉള്ള അല്ലെങ്കിൽ സാധാരണ ഡിസ്ട്രിബ്യൂട്ടർ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കമ്പനിയാണ് നമ്മളെ കമ്പനി. അതും കൂടി ഞാൻ ഇതിൽ രേഖപ്പെടുത്തി പറയാണ്. അപ്പൊ ആർക്കും ഏതൊരു വ്യക്തിക്കും രക്ഷപ്പെടാൻ പറ്റുന്ന 100% അവസരങ്ങളുള്ള ഒരു കമ്പനിയാണ് MI ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് കമ്പനി. അപ്പോ ഞാൻ ഇങ്ങനെ ഒക്കെയാണ് തുടങ്ങിയതെങ്കിലും ഞാൻ പറഞ്ഞു, നിങ്ങളെല്ലാം ആര് ഇതിലുണ്ടെങ്കിലും ഈ ബിസിനസ്സിൽ സക്സസ് ആവാൻ ഫാമിലിയുടെ സപ്പോർട്ട് അനിവാര്യമാണ്. കുടുംബത്തിൽ നിന്നുള്ള സപ്പോർട്ട് അനിവാര്യം, അല്ലെ കുടുംബം അറിഞ്ഞിരിക്കണം. ഇത് അനിവാര്യമാണെന്ന് പറയാൻ കാരണം വേറൊരു കാര്യം കൊണ്ട്, ഈ ബിസിനസ് നമ്മളൊരു ബേക്കറി തുടങ്ങുമ്പോഴുള്ള പരിപാടിയല്ല, അല്ലെങ്കിൽ ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങുമ്പോഴുള്ള പരിപാടിയല്ല. നമുക്ക് മുതൽ മുടക്കില്ലാന്നേ ഉള്ളൂ. വലിയ മുതൽ മുടക്കില്ല. മാക്സിമം പോയാൽ ഒരു 50,000 പ്രൊഡക്റ്റ് വേണം, പോലെ ഒരു 60,000 70,000 പ്രൊഡക്റ്റ് നമ്മൾ സ്റ്റോക്ക് ചെയ്യാം. അത് ഹോം ഷോപ്പിൽ. അതിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് എന്താ ഇതിലുള്ളത്? അതിൽ കൂടുതൽ ഒരു ഇൻവെസ്റ്റ്മെന്റും ഇതിലില്ല. ഇനി അത്ര തന്നെ വേണമെന്നുണ്ടോ? ഒരു നിർബന്ധമില്ല. നമ്മൾ ഫുൾ ടൈം ഫീൽഡിൽ ഉണ്ടായാൽ തീരുന്നതിനനുസരിച്ച് എന്റെ ടീമിൽ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ടായിരുന്നു. 3 തവണ PUC പോകും. 5000 പ്രൊഡക്റ്റ് വാങ്ങും, അത് കൊണ്ടുവന്ന് നാട്ടുകൂടി കൊടുത്തു കഴിഞ്ഞാൽ ആ പൈസയും കൊണ്ട് വീണ്ടും PUC പോകും. അന്ന് പൂളാടിക്കുന്ന PUCയുടെ ടൈമിലാണ് PUC പോകും. അത് കഴിഞ്ഞിട്ട് വീണ്ടും PUC പോയിട്ട് 3 തവണയൊക്കെ PUC പോയിട്ട് സാധനം പർച്ചേസ് ചെയ്ത ഡിസ്ട്രിബ്യൂട്ടർ എന്റെ ടീമിലുണ്ടായിരുന്നു. അപ്പോ വലിയ പൈസ ഇല്ലെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ബിസിനസ് വലിയ രീതിയിൽ സക്സസ് ആവാൻ പറ്റും. നമുക്ക് വരുമാനം കിട്ടും, വലിയ വരുമാനം കിട്ടും. 2,10,000 മാക്സിമം എല്ലാ ആഴ്ചയിലും ഒരു ഡിസ്ട്രിബ്യൂഷൻഷിപ്പിൽ കിട്ടുമല്ലോ. അങ്ങനെ 3 ഡിസ്ട്രിബ്യൂഷൻഷിപ്പിലാവുമ്പോൾ എത്ര വന്ന് 3-ലാണെങ്കിൽ 6-30 ഒരാഴ്ച വന്ന്. ഇങ്ങനെ മാസത്തില് അല്ലെങ്കിൽ വർഷത്തില് കോടിക്ക് പുറത്ത് വരുമാനം ഉണ്ടാകുന്ന ഇൻഡസ്ട്രിയാണിത്, വാങ്ങിക്കാൻ പറ്റുന്ന ഇൻഡസ്ട്രിയാണിത്. ഈ ഇൻഡസ്ട്രിയെ പറ്റി നമ്മുടെ ഭാര്യ അറിയണ്ടേ? ഇനി ഭാര്യമാരാണല്ല സ്ത്രീകളാണ് ചെയ്യുന്നതെങ്കിൽ അവരുടെ ഭർത്താക്കന്മാർ അറിയണ്ടേ? അവരുടെ മക്കൾ അറിയണ്ടേ? എന്താണ് ഇൻഡസ്ട്രി, എന്താണ് ടീം നമ്മളത്? നമുക്കൊരു സ്ഥാപനം ഉണ്ടെങ്കിൽ ആ സ്ഥാപനത്തിനെ പറ്റി ആ സ്ഥാപനത്തിൽ നമ്മളെ കുടുംബക്കാരും ഭാര്യയും ഭർത്താവൊക്കെ വന്നു നോക്കൂ, ഇല്ലേ? പക്ഷെ ഇവിടെ അത് ചെയ്യുന്നുണ്ടോ? ഇവിടെ പലരും ഭർത്താവ് എന്തോ ചെയ്യുന്നുണ്ട് ഒരു പരിപാടി, മൂപ്പരെന്തോ ചെയ്യാണ്. അല്ലെങ്കിൽ ഭർത്താക്കന്മാര് പറയൂ ഓളെന്തോ മറ്റേ ഇവളെ കൂടെ പോകുന്നുണ്ട് എന്ന രീതിയിൽ ആണ് ചെയ്യുന്നത്. പോരാ. കാരണം തലമുറകൾ അടുത്ത തലമുറയ്ക്കും അതിനടുത്ത തലമുറയ്ക്കും ഒക്കെ കോടികൾ ട്രാൻസ്ഫർ ചെയ്യുന്ന ഇൻകം വരുന്ന പ്രോജക്റ്റാണിത്. ഞാൻ അതേ പ്രോജക്റ്റ് എന്നുള്ള വാക്കേ ഞാൻ ഇതിൽ ഉപയോഗിക്കാറുള്ളൂ. ഒരു പദ്ധതിയാണ്, വലിയൊരു പ്രോജക്റ്റാണിത്, അല്ലാണ്ട് ചെറിയ ബിസിനസ് അല്ല. ബിസിനസ് 1000-2000 ആൾക്കാരെ വെച്ച് ചെയ്യുന്ന പരിപാടിക്കാണ് ബിസിനസ് എന്ന് പറയാം. ഇത് ഇൻഡസ്ട്രിയാണ്. ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയുന്നത് പോലെ ഒരു വലിയൊരു വ്യവസായമാണ്. ഇതിനെ നിസ്സാരമായിട്ട് കാണാനുള്ള കാരണം എന്താ വെച്ചാൽ ഇതിലൊരു മുതൽ മുടക്ക് തുടങ്ങിയ വലിയ മുതൽ മുടക്കില്ല. വീട്ടിലേക്ക് അല്ലെങ്കിൽ ഏതൊരു പെരുന്നാളിനോ അല്ലെങ്കിൽ ഓണത്തിനോ ഡ്രസ്സ് എടുക്കുന്ന പൈസ വേണ്ടുള്ളൂ ഇവിടെ ഒരു പ്രൊഡക്റ്റ് എടുത്ത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അത്ര പോലും വേണ്ട. അതുകൊണ്ടാണ് ആൾക്കാർ എന്ത് ചെയ്യാത്തത്, ഇതിനെ സീരിയസ് ആയി കാണാത്തത് എന്റെ വിശ്വാസം. പിന്നെ പറയുന്ന ആൾക്കാരൊക്കെ പെട്ടെന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യാം, ഞാൻ ബിസിനസ് ചെയ്യാന്ന് പറഞ്ഞാലും വരില്ല. അത് നമ്മളൊരു ഭാഗ്യ. ശരിക്ക് ഇതിനെപ്പറ്റി നെഗറ്റീവ് തോട്ട് നാട്ടിലുണ്ട്, നമ്മളെ സുഹൃത്തുക്കളിലുണ്ട്, ബന്ധുക്കളിലുണ്ട്, നാട്ടുകാരിലുണ്ട്. ആ നെഗറ്റീവ് തോട്ട് എന്ന് അറിയുന്നുണ്ടെങ്കിൽ അത് നമുക്ക് പോസിറ്റീവാണ്. എന്താ നെഗറ്റീവ് തോട്ട് ഉണ്ടാകാനുള്ള കാരണം നിങ്ങൾ ചിന്തിച്ചു നോക്കൂ.
നമ്മളിപ്പോ പുതിയ പോകുന്ന സമയത്ത് ഇത് മറ്റേ ചെയിൻ അല്ലേ, ഇത് ആളെ ചേർക്കുന്ന പരിപാടിയല്ലേ, ഇതിന് പ്രൊഡക്റ്റിന് ഭയങ്കര വിലയല്ലേ, അങ്ങനെ പല 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 ചോദ്യങ്ങളും പല പല സംശയങ്ങളുമാണ് ഈ നെഗറ്റീവ് ആ നാട്ടിലുള്ളത്. ഈ നെഗറ്റീവ് എങ്ങനെ ഉണ്ടായി? ദൃശ്യം എന്ന് പറഞ്ഞ സിനിമകൾ കണ്ടുണ്ടോ? സിനിമ കാണുന്ന ആൾക്കാരില്ലേ ഇതിനകത്ത്? ആ ദൃശ്യം എന്ന് പറഞ്ഞ സിനിമയില് ആ കൊലപാതകം നടക്കുന്ന അന്ന് മോഹൻലാലും ഫാമിലിയും ആ നാട്ടിലില്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി അദ്ദേഹം ചെയ്തൊരു പരിപാടി ഉണ്ട്. മോഹൻലാല് എന്ന സിനിമ അതിലെ നായകൻ മോഹൻലാലായിരുന്നു. അയാൾ ചെയ്തത് എന്താണ്? അതിന്റെ തൊട്ട് പിറ്റേ ദിവസം അന്ന് നടന്ന ഒരു ധ്യാനം നടന്ന സ്ഥലത്ത് പോവുകയും ഞങ്ങൾ ധ്യാനത്തിന് പോയതായിരുന്നു, ഇന്ന സ്ഥലത്ത് ധ്യാനത്തിന് പോയതായിരുന്നു, ആ ബസ് കണ്ടക്ടറോടും നാട്ടിലെ ചായക്കടക്കാരനോടും അയാളുടെ പിന്നെ ജോലിക്കാരനോടും എന്ന് വേണ്ട ആ പോയ ധ്യാനം നടന്ന സ്ഥലത്ത് ഉള്ള പിന്നെ ആ ടൗണിലുള്ള ഹോട്ടലിലും അതേപോലെ തന്നെ സിനിമ തിയേറ്ററിലും ലോഡ്ജിലും വരെ എന്ത് ചെയ്തു പറഞ്ഞു ഞങ്ങൾ ധ്യാനത്തിന് വന്നതെന്ന് പറഞ്ഞ് ഒരു ദൃശ്യവൽക്കരണം അവിടെ നടത്തി. എല്ലാവരും എന്താ വിചാരിക്കുന്നത്? ഇയാൾ ധ്യാനത്തിന് പോയിട്ട് വന്നിട്ടുണ്ട്. അവിടെ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. എന്താ കാര്യം? അവിടുന്ന് പോയിട്ട് അന്നത്തെ CD വാങ്ങിയിട്ട് അന്ന് നടന്നതിന്റെ CD വാങ്ങിയിട്ട് വീട്ടിൽ വന്ന് കേട്ടാ ഫാമിലി മൊത്തം. അപ്പൊ അയാൾ ചെയ്ത പണി എന്താ? ദൃശ്യവൽക്കരണമാണ്. അതാ ദൃശ്യം എന്ന സിനിമയ്ക്ക് പേരിടാൻ കാരണം. ഈ ദൃശ്യവൽക്കരണം ഡയറക്ട് സെല്ലിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ആര് നടത്തിയിട്ടുണ്ട്? ആംബേക്കാരൻ, മോദിക്കേരാരൻ, അതേപോലെ തന്നെ ഫിജിക്കാർട്ട് എന്ന് പറഞ്ഞൊരു കമ്പനിക്കാരൻ. അങ്ങനെ പല പല ഉടായ്പകൾ പിന്നെ പല 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 കമ്പനികളുടെ ചെയിൻ കമ്പനികൾ എന്ന് പറയുന്നത് പൈസക്ക് തുല്യമായ പണത്തിന് തുല്യമായ ഉൽപ്പന്നം കൊടുക്കാതെ അല്ലെങ്കിൽ അമിത വിലയുള്ള ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിൽ വിറ്റഴിച്ച അല്ലെങ്കിൽ പാക്കേജുകളായിട്ട് വിറ്റഴിച്ച് ആളുകളുടെ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കിയ കുറെ പൈസ നഷ്ടപ്പെടുത്തിയ കുറെ കമ്പനികളോട് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടുന്ന് കുറെ കമ്പനികൾ ഉണ്ട്. അതെല്ലാ കാലത്തും ഉണ്ടാവും. ഒഴുക്കിനൊപ്പം അഴുക്കും ഒഴുകും. അത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. നമ്മൾ നെല്ലും പതിനും നമ്മൾ വേർതിരിച്ചറിയാന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോ അവർ ചെയ്ത ഒരു ദൃശ്യവൽക്കരണമാണ് കാരണമാണ് ഈ ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത്. ഈ നെഗറ്റീവ് ഉണ്ടായിക്കോട്ടെ, ഇല്ലെങ്കിൽ നമുക്കിപ്പോ നമ്മളൊരു ബന്ധു പാലക്കാട്ടാണല്ലോ അല്ലെങ്കിൽ തൃശ്ശൂരാണല്ലോ, ആ ബന്ധുവിന്റെ അടുത്ത് നമ്മൾ എത്തുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? അവിടെയുള്ള നാട്ടുകാരനോ അയൽവാസിയോ ഈ ബിസിനസ്സിലേക്ക് അയാളെ കൊണ്ടുപോയിട്ടുണ്ടാവൂലേ? അപ്പൊ അയാളുടെ മനസ്സിൽ ഈ ബോധ്യം അല്ലെങ്കിൽ തെറ്റിദ്ധാരണ ഉണ്ടാവട്ടെ. ഏതുവരെ? ഞാൻ അദ്ദേഹത്തിന്റെ മുന്നിലെത്തി അദ്ദേഹത്തെ കൺവിൻസ് ചെയ്യുന്നത് വരെ. ഇങ്ങനെ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. എങ്കിൽ മാത്രമേ അപ്പൊ ഈ നെഗറ്റീവ് നമുക്ക് നല്ലതാണ്. അല്ലെങ്കിൽ എല്ലാവരും കിട്ടുന്നിടത്ത് പോയി അടിക്കൂലേ? ഇനി ഇപ്പൊ ഉള്ള സ്ഥിതി എന്താ? ഇപ്പൊ ഫീൽഡിൽ നടക്കുന്ന കാര്യം എന്താ? ഞാൻ പലയിടത്തിലും പല ആളുകളോടും ഞാനിപ്പം പ്ലാൻ അറിയുമ്പോൾ സംഭവം എന്താ അറിയോ? എന്റെ ഭാര്യന്റെ ആങ്ങൾ അത് ചെയ്യുന്നുണ്ട്, ഞാൻ പിന്നെ മിണ്ടൂല, ആയിക്കോട്ടെ ഉഷാറായിട്ട് പോലെ കൂടെ ചെയ്തോളി പറയും. പിന്നെ അവിടെ പോയി പ്ലാൻ പറഞ്ഞ സംഭവിക്കാതെ അറിയോ? ഈ ചങ്ങാതി വേഗം പോയിട്ട് മറ്റേ കൂടെ ചെയ്യും. അല്ലെങ്കിൽ പിന്നെ എന്റെ മാമൻ ചെയ്യുന്നുണ്ട്, ഇയാളെ ബന്ധത്തിൽ ആരെങ്കിലോ അല്ലെങ്കിൽ കുടുംബക്കാരനോ ഈ ബിസിനസ് ചെയ്യുന്നുണ്ട്. ഇന്ന് നമ്മളെ ഓൺ ആൻഡ് ഓണിന്റെ പേസ്റ്റ് ഉപയോഗിക്കാത്ത വീട് കേരളത്തിൽ കുറവാണ്. ആരെങ്കിലും ലേഡീസ് എങ്കിലും ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും? ഈ വീട്ടിൽ കൊണ്ടുപോയിട്ട് റീറ്റെയിൽ ചെയ്തിട്ടുണ്ടാവും. ഞാനൊരു വീട്ടിൽ പോയ സമയത്ത് ഇത് തീർന്നിട്ട് പിന്നെ ഞാൻ ഓളെ കണ്ടില്ലാന്ന്, ഇത് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഈ പേസ്റ്റ് നല്ല പേസ്റ്റ്, അടിപൊളി പേസ്റ്റ് ആണ്. പക്ഷെ ഇത് ഏതോ ലേഡി കൊണ്ടുവച്ച് റീറ്റെയിൽ ചെയ്ത് പോയതാണ്. പിന്നെ അവിടെ വന്നില്ല. പിന്നെ വഴിക്ക് അവർ വന്നില്ല. അവരിങ്ങനെ വേറെ ഇങ്ങനെ കൊടുത്തു പോയി. അതുകൊണ്ട് പിന്നെ ഒരു ലീഡറായി പോയിട്ടുണ്ടാവും, ചിലപ്പോ പിന്നെ വലിയ ടീം ഉണ്ടായി പോയിട്ടുണ്ടാവും. പക്ഷെ ഈ കൊടുത്ത കാര്യം ഇവർ മറന്നുപോയി. ഇവർ വീണ്ടും ആവശ്യപ്പെടുന്നുള്ള കാര്യം ആര് മറന്നുപോയി? കൊടുത്ത ലേഡി മറന്നുപോയി. അപ്പൊ എനിക്കെന്ത് കിട്ടി? എനിക്കൊരു പുതിയ ഡിസ്ട്രിബ്യൂട്ടർ കിട്ടി. എന്താ എനിക്ക് പിന്നെ അധികം പറയണത്, പ്രോഡക്റ്റ് അടിപൊളിയാണല്ലോ. അപ്പൊ എനിക്കൊരു ഡിസ്ട്രിബ്യൂട്ടർ കിട്ടി എന്നുള്ളതാണ്. ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്. നമ്മൾ പ്രൊഡക്റ്റ് പോയ ആൾക്കാർ ഇവിടെ ചെയ്യേണ്ട പണി എന്താ വെച്ചാൽ അറിയോ? നമ്മൾ ശരിക്കും ഇവിടെ നമുക്ക് ഇങ്ങനെ പൈസ തരുന്നത്, ഇവിടെ നമുക്ക് പണം തരുന്നത് ഇടനിലക്കാരനും പരസ്യക്കാരനും കൊടുക്കാൻ വേണ്ടി മാറ്റി വെക്കേണ്ട തുകയാണ് അല്ലെ? ഒരു 100 രൂപ MRP ഉള്ള പ്രൊഡക്റ്റില് 70 രൂപയോളം പോകേണ്ടത് മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ടാണ്. ഉൽപാദന ചെലവിൽ ലാഭം അടക്കം 30 രൂപ ആ ഉൽപ്പന്നത്തിനുള്ളൂ. ആ 70 രൂപയെന്ന് ഒരു നിശ്ചിത ശതമാനമാണ് ഈ ഇടനിലക്കാർക്കും പരസ്യക്കാർക്കും വേണ്ടി മാറ്റി വെക്കുന്നതിൽ നിന്ന് നമുക്കെടുത്ത് കമ്പനി വീക്ക്ലി ഇൻകം ആയിട്ടും മന്ത്ലി ഇൻകം ആയിട്ടും അതേപോലെ തന്നെ ഇപ്പൊ ഇയർലി ഇൻകം ആയിട്ടും കമ്പനി തരുന്നത്. പെർഫോമൻസ് ബോണസ് ആയിട്ടും ലോയൽറ്റി ബോണസ് ഒക്കെ ആയിട്ട് കമ്പനി തരുന്നത് 13 തരം വരുമാനം കമ്പനി തരുന്നുണ്ട്. അതിന് റാങ്ക് കയറി വരണമെന്നേ ഉള്ളൂ. DTC ആയാലും ടീം കോർഡിനേറ്റർ എന്ന റാങ്കിൽ എത്തിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും? 2.5 ലക്ഷം ബിസിനസ്സുകൾ മാച്ച് ചെയ്താൽ മന്ത്ലി നിങ്ങൾക്ക് ഒരു 5000 സംതിങ് രൂപ പെർഫോമൻസ് ബോണസ് വാങ്ങിയെടുക്കാം. എന്തേ ചെയ്യേണ്ടുള്ളൂ? എവറി ഡേ നിങ്ങൾ ഫീൽഡിൽ പോയാൽ മതി സാറേ. എവറി ഡേ നിങ്ങൾ എന്ത് ചെയ്യണം? ഫീൽഡിൽ പോകണം. എന്താ നിങ്ങളെ പണി? സാധനം വിൽക്കൽ തന്നെ, ഓപ്പർച്യൂണിറ്റി വിൽക്കൽ തന്നെ.
അവസരം പറയൽ തന്നെ. ഈ പണി ചെയ്താൽ ഒരു TC ആവാൻ ഒരു പണിയില്ല. TC ആയി കഴിഞ്ഞാൽ 12,000 പ്ലസ് 5,000 17,000 ഒരു കളിയില്ല. അപ്പോഴേക്ക് ടീം ഉണ്ടാവുകയാണെങ്കിൽ ആ ഇൻകം വലിയ വലിയ ഇൻകത്തിലേക്ക് കയറി വരും. റീറ്റെയിൽ പ്രോഫിറ്റ് ആവറേജ് 40% റീറ്റെയിൽ പ്രോഫിറ്റ് ഉണ്ട്. ഒരു കവചപ്രാസം വിറ്റാൽ മിനിമം 400 രൂപ ആയിക്കൂടെ? 400 രൂപ നമുക്ക് അക്കൗണ്ടിലേക്ക് തന്നെ ഒരു 750 രൂപ 95 കൊടുത്തിട്ടുണ്ടെങ്കിൽ. പക്ഷെ ഇതൊക്കെ വിൽക്കാൻ പഠിക്കണമെങ്കിൽ ഇതിലെന്താ അറിയോ, പിന്നെ ജനങ്ങൾക്ക് ഇതിനെ നിസ്സാരവൽക്കരിച്ചാളും. ഇവിടെ ചെയ്യാനുള്ളത് ചെറിയ ചെറിയ കാര്യങ്ങളാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്ന ചെറിയ കാര്യങ്ങളായതുകൊണ്ട് ആളുകൾ ഇതിനെ അവഗണിക്കുന്നു. അതാണ് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം. പക്ഷെ ചെറിയ കാര്യങ്ങൾ ചിട്ടയായും സമയബന്ധിതമായിട്ട് ചെയ്യുകയാണെങ്കിൽ വലിയ റിസൾട്ട് ഉണ്ടാവും. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. വലിയ റിസൾട്ട് ഉണ്ടാവാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം പിന്നെ സജീവ് പാറക്കൽ സാറ് UTC ലീഡറാണ്. 3 ID UTC ലീഡറാണ്. അദ്ദേഹം കഴിഞ്ഞ സ്ഥല കുറെ മുമ്പ് തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളൊരു പിന്നെ ട്രെയിനിങ്ങിന് വന്നിരുന്നു. അനീഷ് സാർ നടത്തിയ വിഹാൻ എന്ന പ്രോഗ്രാമിൽ അദ്ദേഹം പറഞ്ഞ കാര്യം ഇതാണ്. വെള്ളിയാഴ്ച നമ്മൾ അടുത്ത വെള്ളിയാഴ്ച BB മാച്ച് ആയിട്ട് 2,000 3,000 10,000 15,000 കിട്ടാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ കളിക്കുന്നത്. അദ്ദേഹത്തിന്റെ സ്ഥിതി എന്താ? വെള്ളിയാഴ്ച ക്ലോസ് ചെയ്ത് ശനിയാഴ്ച 10 മണിക്ക് ഇന്ത്യയിൽ 10 ഔട്ട്ലെറ്റുകൾ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് അയാൾ 1ാമത്തെ ആയിട്ട് സീലിംഗ് ആണ്. തിങ്കളാഴ്ച ഞായർ അവധി. തിങ്കളാഴ്ച 10 മണിക്ക് ഓപ്പൺ ഒരു 5 or 10 സൈറ്റ് അത് ഓപ്പൺ ആകുമ്പോൾ 2ാമത്തെയും 3ാമത്തെ ID സീലിംഗ്. ഇതാണ് അവസ്ഥ. എന്തെങ്കിലും അറിയുന്നത് ഒരു പണി എടുത്തിട്ടില്ലെങ്കിലും അത്രയും മാൻ പവർ താഴെ വരികയാണ്. അവരൊന്ന് ട്രെയിൻ ചെയ്യാൻ പോലും അദ്ദേഹം പോകേണ്ട ആവശ്യമില്ല. കാരണം അത്രയും വലിയ വലിയ ലീഡേഴ്സ് അദ്ദേഹത്തിന്റെ ഓർഗനൈസേഷൻ മണ്ണിലാണ് മുബീൻ സാറുള്ളത്. അപ്പൊ അത് കേൾ പോകണം. ആ രീതിയിൽ അപ്പൊ ആ വിങ്ങിലാണ് നമ്മൾ വരുന്നത്. നമ്മളെ പ്ലെയറാണ് സജീവ് പാറക്കൽ സാറ്. അപ്പൊ ഈ രീതിയിൽ ഉള്ള ഒരു ഇൻഡസ്ട്രിയാണ്, ബിസിനസ് ആണെന്നുള്ള തിരിച്ചറിവ് ഉണ്ടാവുക എന്നുള്ളതാണ് ആദ്യം നമ്മളിൽ ഉണ്ടാവേണ്ടത്. ഇതാണ് ഇൻഡസ്ട്രി എന്ന് തിരിച്ചറിവ്. എന്തുകൊണ്ടാണ് പല ആൾക്കാർ താഴോട്ട് നോക്കിയാണ് നടക്കുന്നത്? താഴോട്ട് നോക്കിയല്ല നടക്കേണ്ടത്, മുന്നോട്ട് നോക്കി നടക്കണം. താഴോട്ട് നോക്കി നടക്കുമ്പോൾ നമ്മൾ കാണുന്നത് കുണ്ടും കുഴിയും കല്ലും കാര്യങ്ങളൊക്കെ കാണുക. മുന്നോട്ട് നോക്കണം. മുന്നോട്ട് നമ്മളെ ലക്ഷ്യത്തിലേക്ക് നോക്കി നടക്കണം. നമ്മൾ 2,10,000 എന്ന് പറയുന്ന ആ ഇൻകം നമുക്ക് കിട്ടാനുണ്ട്. അല്ലെങ്കിൽ ITC എന്ന് പറയുന്ന റാങ്ക് ഉണ്ട്, അല്ലെങ്കിൽ ഡയമണ്ട് എന്ന റാങ്ക് ഉണ്ട്. ആ റാങ്കിലേക്ക് എത്താൻ അങ്ങോട്ട് നോക്കി നടക്കണം. ആ സമയത്ത് നമ്മൾ താഴെ കാണുന്ന കല്ലുമുള്ളും അല്ലെങ്കിൽ കുണ്ടും കുഴിയും, എന്താ കല്ലുമുള്ളും കുണ്ടും കുഴിയും എന്നാ പറയുന്നത്? തുടക്കത്തിൽ തന്നെ പോകും നമുക്ക് ഇൻകം ഉണ്ടാവൂല. എല്ലാ ആഴ്ചയും കറക്റ്റായിട്ട് വരുമാനം വന്നോളുന്നില്ല. ഒരേ സെയിൽസ് ആണല്ലോ ഇത്. ഒരേ രീതിയിൽ തന്നെ സെയിൽസ് നടന്നോളുന്നില്ല. ഇൻകം കൂടാൻ കുറെ അങ്ങനെയൊക്കെ വരാം. പക്ഷെ 2 ആഴ്ച ഇൻകം ഇല്ലാണ്ടാകുമ്പോഴത്തേക്ക് നമ്മളെ ലീഡേഴ്സിന്റെ നമ്മളെ അസോസിയേഷൻ എന്താ പറയാ, ഇത് നടക്കൂല. ഇങ്ങനെ വരുമാനം കൊണ്ടൊന്നും ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂല. അങ്ങനെ വിടും. അങ്ങനെയുള്ള ചിന്താഗതിയൊക്കെ മാറി. ഇതിനെപ്പറ്റി മാക്സിമം ഇതിന്റെ ഡെഡ് എൻഡിൽ എന്ത് സംഭവിക്കുന്നു ആ ഒരു ബോധ്യം ഉണ്ടാണ്. ഡെഡ് എൻഡിൽ എന്താ അവിടെ സംഭവിക്കാൻ പോകുന്നത്? ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന അവസ്ഥ ഉണ്ട്. അതായത് പർച്ചേസ് ചെയ്യാൻ പണം ഒരു പ്രശ്നമല്ലാത്ത അവസ്ഥ. സാറേ, നമ്മൾ പലരും പറയും അതിന് ഭയങ്കര വില കൂടുതലാണ്. എന്താ വില കൂടുതൽ എന്ന് പറഞ്ഞാൽ? വില കൂടുതൽ എന്നുള്ളതിന് ഞാൻ കൊടുക്കുന്ന നിർവചനം എന്താ വെച്ചാൽ, ഞാനൊരു സാധനത്തിന് വില കൂടുതലാണെങ്കിൽ അത് വാങ്ങാനുള്ള പൈസ എന്റെ പോക്കറ്റിൽ ഇല്ല എന്ന് പറഞ്ഞാൽ ഞാൻ ദരിദ്രനാണ്. ആ പ്രൊഡക്റ്റിനെ സംബന്ധിച്ചോളം ഞാനൊരു ദരിദ്രവാസിയാണ്. ബെൻസ് വാങ്ങാൻ എന്റെ കൈ പൈസ അല്ല. അപ്പൊ ബെൻസിന് വില കൂടുതലല്ല, ബെൻസ് വാങ്ങാനുള്ള പൈസ എന്റെ പോക്കറ്റിൽ ഇല്ല എന്നുള്ളതാണ്. വില പറയുന്നത് എങ്ങനെയാണ്? ഓരോരുത്തരും ഓരോന്നിന്റെ ഫീച്ചേഴ്സ് ആണ്. ബെൻസ് ആണോ സ്വിഫ്റ്റ്, പിന്നെ മാരുതി സ്വിഫ്റ്റ് എന്ന് പറയുന്നത്? മാരുതി സ്വിഫ്റ്റിന് അതിന്റെ ഫീച്ചേഴ്സിന്റെ എത്രയോ മടങ്ങ് ഫീച്ചേഴ്സ് ഉള്ള ബെൻസ് കാർ. ഇപ്പൊ നമ്മളെ ലീഡേഴ്സ് ഒക്കെ ബെൻസ് യൂസ് ചെയ്യുന്ന എത്ര ലീഡേഴ്സ് ഉണ്ട്? പിന്നെ നമ്മളെ ITC ഇപ്പൊ എന്റെ നേരിട്ടുള്ള ITC തന്നെ സുബീഷ് സാറ് 63 ലക്ഷം രൂപന്റെ ബെൻസിലാണ് ഇപ്പം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഫീച്ചേഴ്സ് ആണെങ്കിൽ ബ്രേക്ക് ചവിട്ടാൻ മറന്നു വയ്ക്കാൻ മുന്നിൽ ഓട്ടോറിക്ഷ ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് കമ്പനി കാർ ഓട്ടോമാറ്റിക് ബ്രേക്ക് ചെയ്തോളൂ. നമ്മളോട് മറന്നു പോയാലും നമ്മൾ ഉറങ്ങിപ്പോയാലും കാർ നിർത്തിക്കോളൂ. ആളെ തട്ടൂല. അത്ര സെൻസിങ് അങ്ങനെയുള്ള കപ്പാസിറ്റിയുള്ള പിന്നെ സേഫ് ആയിട്ടുള്ള വെഹിക്കിളിലേക്ക് മാറുകയാണ്. ഇതിനെ ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്നത്. എന്താ? എവറി വീക്ക് ലക്ഷങ്ങൾ ഇൻകം അക്കൗണ്ടിലേക്ക് വരുന്ന അവസ്ഥയാണ്. എടുത്താ തീരൂല പൈസ. ലീഡേഴ്സ് ITC ഒക്കെ മേലോട്ട് എത്തിക്കഴിഞ്ഞാൽ എടുത്താൽ തീരൂല, ചെലവാക്കിയ തീരൂല പൈസ. ആ രീതിയിൽ പൈസ വരുന്ന വലിയൊരു പ്രോജക്റ്റ് ആണിത്.
ആ പ്രൊജക്ടിന്റെ ഭാഗമായി നിൽക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഇത് മനസ്സിലാക്കുക. എങ്ങനെ ഇവിടെ പണം വരുന്നു, എങ്ങനെ ടീം ഉണ്ടാക്കുന്നു. അപ്പൊ ഇതിൽ വിജയിക്കാനുള്ള ഒരു എളുപ്പ വഴി ഞാൻ പറഞ്ഞുതരാം. ആ വഴി കേൾക്കണം എന്നുള്ള ആൾക്കാർ ഒന്ന് തമ്പിടുവോ? സീക്രട്ട് കേൾക്കണം വിജയിക്കാനുള്ള. കാരണം വെച്ചാൽ ഞാനിങ്ങനെ റേഡിയോയിൽ പ്രഭാഷണം നടത്തുമ്പോൾ പറയുന്നതിനേക്കാൾ എന്താച്ചോ, നിങ്ങൾ ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടോ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ആവേശം. ഈ എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാല്, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ലീഡർ ആരാണോ, ഒരു പക്ഷെ നിങ്ങളെ കൊണ്ടുവന്ന ആളെ നിങ്ങളെ ഇട്ട് പോയിട്ടുണ്ടാവും. പക്ഷെ നിങ്ങളെ മെന്റർ ചെയ്യാൻ ഒരു ലീഡർ ഉണ്ടാവും, നിങ്ങൾക്ക് ആർക്കാരും ഉണ്ടാവും. ആ ലീഡർ നിങ്ങളോട് പറയുന്ന കാര്യം നിങ്ങൾ അങ്ങ് ചെയ്തേക്ക. അതായത് ഒബേ യുവർ ലീഡർ വിത്തൗട്ട് എനി ഡൗട്ട്. നിങ്ങളെ ലീഡറെ സംശയം കൂടാതെ അനുസരിക്കുക. ലീഡർ ഒരിക്കലും എന്ത് പറയൂല, നിങ്ങൾ 1000 എന്നുള്ളത് 500 കുറയാനുള്ള പണി അയാൾ പറയൂല. കാരണം നിങ്ങൾ 1000 വാങ്ങിയാൽ അയാൾക്ക് 2000 കിട്ടും. നിങ്ങൾക്ക് 2,10,000 വാങ്ങി തന്നാൽ അദ്ദേഹത്തിനും 2,10,000 കിട്ടും. അതാണ് ഈ പ്ലാൻ. അപ്പൊ ലീഡറെ അനുസരിക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിൽ വിജയിക്കാനുള്ള ഒരു മന്ത്രം. ലീഡറെ അനുസരിക്കുക എന്നാൽ ലീഡർ നിങ്ങളോട് എന്തൊക്കെ പറയും? വൈകുന്നേരം വരുമ്പോ വീട്ടിലേക്കുള്ള മീൻ കൂടി വാങ്ങണമെന്ന് അറിയും. നിന്റെ വീട്ടിലേക്കുള്ള വേണ്ടി മീൻ വാങ്ങണമെന്ന് പറയൂല. പറയോ? അങ്ങനെ നിങ്ങളോട് ലീഡർ പറഞ്ഞിട്ടുണ്ടോ? പണ്ട് പോലീസിലും പട്ടാളത്തിലൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. സുപ്പീരിയർ ഓഫീസർമാർ എന്ത് ചെയ്യും? വീട്ടിലേക്ക് മീൻ വാങ്ങിപ്പിക്കാനും അങ്ങനല്ലേ. ഇപ്പോഴൊന്നും ഇല്ലാന്ന് തോന്നുന്നു. അപ്പൊ അതേപോലെ ഇവിടെ എന്തിനാ നടക്കൂല. ഇവിടെ പറയുന്നതാ, നിങ്ങള് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യണം, തീർന്നാൽ ഉടനെ വാങ്ങണം. നിങ്ങൾ 10,000 വാങ്ങിയാൽ ഒരു 20,000 സ്റ്റോക്ക് ആക്കണം. അപ്പൊ ചില ലീഡർമാർ ചോദിക്കാൻ തരും, ഞാൻ 20,000 എടുത്തിട്ട് ഇയാൾക്ക് എന്ത് കിട്ടണം, ഇയാൾക്ക് ഈ ആഴ്ചത്തെ വരുമാനം കൂട്ടാനാണ്. അങ്ങനെ ഇപ്പൊ അയാൾ വരുമാനം കൂട്ടണ്ട എന്ന് ചിന്തിക്കൂ, ഉള്ളിൽ ചിന്തിക്കൂ. അത് പാടില്ല. അയാൾ നിങ്ങളോട് 20,000 സ്റ്റോക്ക് എടുക്കാൻ പറയാനുള്ള കാരണം ഒന്നുകിൽ നിങ്ങളെ റാങ്ക് മാറ്റാനായിരിക്കും, നിങ്ങളുടെ റാങ്ക് മാറ്റാനായിരിക്കും. 20,000 കുറവുണ്ടാവും. അയാൾ ബി വി ഒക്കെ ചെക്ക് ചെയ്ത് നോക്കിണ്ടാവും, 20,000 കൂടി വന്നിട്ടുണ്ട്. ഇയാൾ നിങ്ങൾ റൂവിയിലേക്ക് വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ടി സിയിലേക്ക് എത്ര ഉണ്ടാവുള്ളൂ നിങ്ങൾ നോക്കിണ്ടാവൂല. അത് ഞാൻ തുടക്കക്കാരോടാണ് പറയുന്നത്, വലിയ ലീഡേഴ്സിലുണ്ട്. നോക്കി ഇതാ ലീഡർ പറയാ. അപ്പൊ ചിന്തിക്കണ്ട, തിരിഞ്ഞ് ചിന്തിക്കണ്ട. എന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ലീഡർ പറയുന്നത് എന്ന വിശ്വാസം അനുസരിച്ചേക്കുക. എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ പകുതി പ്രായമുള്ളൂ എന്റെ അപ്ലൈൻ ആയിട്ടുള്ള ബിനീഷ് സാറിന്. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഞാൻ ടീച്ചേഴ്സിന് ട്രെയിനിങ് എടുക്കുന്ന ആൾക്കാണ്, ട്രെയിനേഴ്സ് അവരെ ട്രെയിനിങ് എടുക്കുന്ന ആൾക്കാരാണ്. പക്ഷെ ബിനീഷ് സാറിന് മുന്നിൽ ഞാൻ വെറും ശിഷ്യാനാണ്. സാർ പറയുമ്പോൾ ചെയ്യാൻ അറിയാം. ഞങ്ങൾ STC മീറ്റിംഗ് വിളിക്കൂ, അല്ലെങ്കിൽ പേഴ്സണലി വിളിച്ചു പറയൂ, ഇന്ന കാര്യം ചെയ്യും. അപ്പൊ എന്റെ എല്ലാ ലീഡേഴ്സും, ഈവൻ ബെല്ലി സാർ വരെ എന്നെക്കാൾ ഏജ് പറഞ്ഞ ആളാ. സാർ എന്നെക്കാൾ ഏജ് തന്നെ. പക്ഷെ ഇവരെയൊക്കെ നമ്മൾ ഗുരുതുല്യരായിട്ട് കാണണം. നമുക്ക് നമ്മളെ ഫിസിക്കൽ ഇതുകൊണ്ട് മാത്രമേ നമ്മൾ എന്തുള്ളൂ, നമുക്ക് ഏജുള്ളൂ. പക്ഷെ നമ്മളെക്കാൾ മൂത്തവരാണ്, അല്ലെങ്കിൽ നമ്മളെക്കാൾ പ്രായമുള്ള, അല്ലെങ്കിൽ നമ്മളെക്കാൾ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ, പരിചയമുള്ള ആൾക്കാരാണ് നമ്മളെ ലീഡേഴ്സ് എന്നുള്ള ചിന്തയും. അവർ പോയിട്ട് ചെയ്ത് ഇംപ്ലിമെന്റ് ചെയ്ത് സക്സസ് ആയ കാര്യം പറയൂ. അവർ പൊട്ടിയ വഴി നമുക്ക് പറഞ്ഞു തരൂല. അവര് പരാജയപ്പെട്ട ഒരു വഴി നമുക്ക് പറഞ്ഞു തരും, പുതിയ വഴി പറഞ്ഞു തരുന്നില്ല. അവര് പോയി വിജയിച്ച വഴികളാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ അതങ്ങ് ചെയ്താൽ മതി. നിങ്ങൾ ഇന്ന രീതിയിൽ മീറ്റിംഗ് നടത്തണോ, ഇന്ന് പ്രോഗ്രാം നടത്തണോ ഒക്കെ ലീഡേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ സർ യെസ് സർ ഇത് പറയും. ഇങ്ങനെ നമ്മളെ വിനീതനായി നമ്മുടെ സപ്പോർട്ടിങ് ലീഡറോടൊപ്പം നിന്നാലേ നമ്മളിവിടെ വിജയിക്കുള്ളൂ. അല്ലാണ്ട് നമ്മള് ഇന്ന് റാങ്കിൽ എത്തുമ്പോഴത്തേക്ക് വലിയ ആളായി, ഇത്ര ടീമിനെ ഞാൻ കൊണ്ടുവന്നിട്ടാണ് ഇത്ര പൈസ നിങ്ങൾ ഉണ്ടാക്കിയത് എന്ന രീതിയിലുള്ള ഭാവമേ പാടില്ല. നമ്മളില്ലെങ്കിൽ അദ്ദേഹത്തിന് വേറെ ലെഗില്ലേ, വേറെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഇല്ലേ, അവരെ ഡെവലപ്പ് ചെയ്ത് അയാൾക്ക് ഉണ്ടാക്കാം. ഒരു ലീഡറെ സംബന്ധിച്ചിടത്തോളം കുറെ ആളുകൾ, നമുക്ക് ഒരു ലീഡറേ ഉള്ളൂ. യു ക്യാൻ ചൂസ് യുവർ ഫാദർ ഇൻ ലോ, ബട്ട് യു കാൻ സെലക്ട് യുവർ ഫാദർ. നിങ്ങൾക്ക് നിങ്ങളെ അമ്മായിപ്പനെ സെലക്ട് ചെയ്യാം, പക്ഷെ അച്ഛനെ സെലക്ട് ചെയ്യാൻ പറ്റുമോ? ഓപ്ഷൻ ഇല്ലല്ലോ. അമ്മായിപ്പൻ എമ്പൊക്കെ വേണം സെലക്ട് ചെയ്യാം അല്ലേ, പക്ഷെ അച്ഛനെ സെലക്ട് ചെയ്യാൻ പറ്റില്ല. ഇതേപോലെയാണ് നമ്മളെ ലീഡർ നമുക്ക് മാറ്റാനൊന്നും പറ്റൂല. ലീഡർ തന്നെയാണ്. അപ്പൊ ആ ലീഡർക്ക് കൊടുക്കേണ്ടതായിട്ട് റെസ്പെക്ട് കൊടുക്കുക, ആദ്യം പൊരുത്തണ്ടാക്കുക. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ അതേപടി അക്ഷരം പ്രതി ശ്രമിക്കുക. അദ്ദേഹം എന്തൊക്കെയാ പറയാം, പ്രൊഡക്റ്റ് വാങ്ങണം, ഇത് പർച്ചേസ് ചെയ്യണം, ഹോം മീറ്റിംഗ് നടക്കണം അറിയും, ടീം മീറ്റിംഗ് നടത്തണം, ടീം മീറ്റിംഗിൽ വരണം എന്നറിയും, ലീഡേഴ്സ് മീറ്റിംഗിൽ വരണം എന്നറിയും. പിന്നെ പറയുന്നത് എന്താണ്, പ്രോഗ്രാം ഉണ്ട്, നമ്മളെ അനീസാർ പ്രോഗ്രാം ഉണ്ട്, അല്ലെങ്കിൽ വലിയ ലീഡർ ഏതെങ്കിലും ലീഡേഴ്സിന്റെ പ്രോഗ്രാം ഉണ്ട്. ആ ലീഡർ അതിൽ നിങ്ങൾ നിർബന്ധമായിട്ടും വിത്ത് ഫാമിലി പങ്കെടുക്കണം. വിത്ത് ഫാമിലി തന്നെ ഭാര്യയും മക്കളും കൂടി പോകണം. നിങ്ങൾ എന്താ ഞാൻ പോലെ എന്ന് ചിന്തിക്കരുത്. അതിലും കാര്യങ്ങൾ ഉണ്ടാവും. ഫാമിലി മീറ്റ് അല്ലെങ്കിൽ വിത്ത് ഫാമിലി പങ്കെടുക്കുന്നത് എന്താ, അവരെ ഈ ബിസിനസ് കുടുംബത്തിനും കൂടി ബോധ്യപ്പെടുത്തണം എന്നുള്ള ധാരണ ഉള്ളതിനെ കൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സ്പീഡ് പോകുന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടാണ് ചെയ്യുന്നത്.
ഭർത്താവ് മാത്രം ചെയ്യുന്ന ഇൻഡസ്ട്രി ഞാൻ ഒറ്റയ്ക്ക് ചെയ്തതിനേക്കാൾ എന്റെ ഭാര്യയെ ഞാൻ ഈ പ്രോഗ്രാം കേൾപ്പിച്ച സമയത്താണ് എന്റെ സ്പീഡ് കൂടി വന്നത്. ആദ്യത്തെ ഒരു വർഷം കൊണ്ട് ഞാൻ ടീം കോർഡിനേറ്റർ എന്നുള്ള റാങ്കിലേക്ക് എത്തിയിട്ടുള്ളൂ. പക്ഷേ അതിനുശേഷം ഞാനൊരു പണിയെടുത്തു. എനിക്കൊരു അവസരം വന്നു. എന്റെ ഭാര്യയുടെ അച്ഛന്റെ അനുജന്റെ ഹൗസ് വാമിംഗ് വന്നു. അപ്പൊ എനിക്ക് വീട്ടിൽ നിന്ന് ചെയ്യാനുള്ള ഏകദേശം ചെറിയൊരു പെർമിഷൻ ഒക്കെ ആയി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോ ഞാൻ പറഞ്ഞു, എന്റെ ഫാമിലി തന്നെ മൈ ലൈഫാണ്. എന്റെ ഫാമിലിയിൽ ഒരു പ്രോഗ്രാമിന് നീ വരൂല്ലെങ്കിൽ നിന്റെ ഫാമിലിയിൽ ഒരു പ്രോഗ്രാമിന് ഞാനും വരൂല. അപ്പൊ എന്താ അതിന്റെ അർത്ഥം? എന്താ? ഇവരുടെ അച്ഛന്റെ അനുജന്റെ ഹൗസ് വാമിങ്ങിന് ഞാൻ വരൂല, എങ്ങനെ അല്ലെങ്കിൽ നീ GTS വന്നില്ലെങ്കിൽ തരണം. അങ്ങനെ വരാതിരിക്കാൻ ഒരു നിർമ്മാവില്ല. തലേ ദിവസം ചോദിച്ചു, നിങ്ങൾ വരൂലല്ലേ വന്നില്ലെങ്കിൽ? ഞാൻ പറഞ്ഞു വരൂല എന്ന് പറഞ്ഞു. പിറ്റേന്ന് ചൊവ്വാഴ്ച രാവിലെയും ചോദിച്ചു, നാളെ വന്നില്ലെങ്കിൽ നിങ്ങൾ ഞായറാഴ്ച വരൂലല്ലേ എന്ന് ചോദിച്ചു. ഞാൻ വരൂല. അപ്പൊ ചൊവ്വാഴ്ച അവള് കോളേജും കഴിഞ്ഞ് എന്ത് ചെയ്തു, അവളെ ക്ലാസ് കഴിഞ്ഞ് 3:30 അന്ന് പിന്നെ 5 മണിക്കാണ് മീറ്റിംഗ് തുടങ്ങാറുള്ളത്. കഴിഞ്ഞ് എവിടേക്ക് നാളെ വന്നു. ഞാൻ മുന്നിൽ തന്നെ കൊണ്ടുപോയി ഇരുത്തി കൊടുത്തു. ഞാൻ വെല്ലിസാറോട് ഞാൻ എങ്ങനെയൊക്കെയോ കൊണ്ടുവന്ന് മുന്നിൽ ഇരുത്തി കിട്ടുമെന്ന് വെല്ലിസാറോട് വേക്കെന്ന് പറയുക ചെയ്ത്. അന്ന് വെല്ലിസാറ് സ്പീച്ച് നല്ല ഇതിലായിട്ട് അയാൾ പറഞ്ഞൊരു കാര്യമാണ്, നമ്മളൊരു പ്രോഗ്രാം ഇതിൽ ഈ ബിസിനസ്സിൽ ഭാര്യയുടെയും ഭർത്താവിന്റെയും നോട്ടം ഒരേ ദിശയിലേക്കാണെങ്കിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ, വലിയ സക്സസ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയുള്ള ഫാമിലിയിൽ കണക്ട് ചെയ്തിട്ട് കുറെ കാര്യങ്ങൾ വെല്ലിസാറൻ പറയുകയും ചെയ്ത്. സംഭവം അതോടുകൂടി ഫ്ലാറ്റ്. പിന്നെ ഇവളെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാ ടീച്ചേഴ്സിനും ഇവളെ ഐഡിയ അടിച്ചു. ഒരു മിനിമം പർച്ചേസ് ആദ്യം വന്നു. പിന്നെ മെല്ലെ മെല്ലെ കാര്യങ്ങളൊക്കെ വന്ന് അവരെ സപ്പോർട്ട് ചെയ്യാൻ ഞാനും എന്റെ ബ്രദറിലോ അളിയനും എല്ലാം കൂടിയൊക്കെ ഓടി അങ്ങനെയൊക്കെ അങ്ങനെ വീണ്ടും അടുത്തൊരു കൊല്ലാകുമ്പോൾ ഞാൻ STC ചെയ്യും. അതായത് 30,000 രൂപ വരുമാനം വാങ്ങാൻ ഞാൻ ഒരു വർഷം എടുത്തെങ്കിൽ 3 ലക്ഷത്തിലേക്ക് എത്താൻ എനിക്ക് വീണ്ടും ഒരു വർഷമേ വേണ്ടി വന്നുള്ളൂ. കാരണം എന്താ? എന്റെ കൂടെ ആളുകൾ കൂടി വന്നു. ഇതാണ് ഇതിന്റെ പവർ. ഇപ്പൊ തുടക്കത്തിൽ നമ്മളെ 2 സുഹൃത്തുക്കളും അല്ലേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇത് പൊട്ടി പടർന്നിട്ട് ആറ്റം ബോംബ് പോലുള്ള പൊട്ടൻഷ്യൽ ഉള്ള പ്രോജക്റ്റ് ആണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്നാണ്. ഇതിനെ മറ്റാൾക്കാർ പേര് മാറ്റി അല്ലെങ്കിൽ പല തരത്തിൽ മണി ചെയിൻ ആക്കി നടത്തിയതിനെ കൊണ്ട് ഈ പ്രോജക്ട് അല്ലെങ്കിൽ ഈ സിസ്റ്റം അല്ലെങ്കിൽ ഈ ഒരു ഐഡിയ ഒരിക്കലും എന്താവുന്നില്ല, അതിന് പിന്നെ കോട്ടം വരുന്നില്ല. അങ്ങനെ അതിന് മൾട്ടിപ്ലൈ ചെയ്യാൻ, ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ നമ്മൾ ഉണ്ടാക്കണം. നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ ടീമിൽ വരുന്ന ഓരോ ആളുകൾക്കും 2,10,000 വാങ്ങിച്ചു കൊടുക്കണം. എനിക്ക് ഈ ആഴ്ച 1000 വരുമാനം വാങ്ങണം എന്നല്ല ഞാൻ ചിന്തിക്കുന്നത്. ഞാൻ ചിന്തിക്കേണ്ടത് എന്റെ ടീമിലുള്ള ഓരോ 1000 അല്ലെങ്കിൽ 10,000 വരുമാനം വാങ്ങുകയാണെങ്കിൽ 2 ലക്ഷം നഷ്ടമാണ്. എവറി വീക്ക് 2,10,000 കൊടുക്കാൻ കമ്പനിയാണ് എടുത്തു വെച്ചിട്ടുണ്ട്. അതിൽ നിങ്ങൾ 10,000 വാങ്ങിയിട്ടില്ലെങ്കിൽ നിങ്ങൾ 2 ലക്ഷം നഷ്ടപ്പെടുത്തിയല്ലേ. ഇനി എനിക്കിപ്പോ നഷ്ടം എത്രയാണ്? ഞാൻ ലാഭത്തെക്കാൾ നേടിയതിനേക്കാൾ നഷ്ടം ഞാൻ പറഞ്ഞുതരാം. 1.25 കോടി എനിക്ക് നഷ്ടമാണ്. 1.25 കോടി നഷ്ടം. എങ്ങനെയെന്നറിയോ? ഞാൻ 2018 ഇതിലേക്ക് പാർട്ട് ടൈം ആയിട്ട് ഫീൽഡിൽ ഇറങ്ങി മെല്ലെ ഇറങ്ങി തുടങ്ങി. വീട്ടിൽ നിന്ന് പെർമിഷൻ കാര്യങ്ങളൊക്കെ ആയി വരുമ്പോഴത്തേക്ക് 2018. എന്നാൽ എന്റെ അപ്ലൈൻ ലീഡറായിട്ടുള്ള സുബീഷ് സാറ് 2018 മെയ്യില് STC ആയപ്പോ റിസൈൻ ചെയ്ത് ഫുൾ ടൈം ഇറങ്ങി. അദ്ദേഹം ഇന്ന് 2 കോടി വാങ്ങി. അദ്ദേഹം പിന്നെ ഉപയോഗിക്കുന്ന വാഹനം ബെൻസും സ്കോഡയും ഒരേ ടൈമിൽ യൂസ് ചെയ്യുന്നു. ഇഷ്ടമുള്ള സമയത്ത് ഭാര്യ എന്തോന്ന് പറഞ്ഞ് വെറി പിടിപ്പിച്ചപ്പോ എന്നാ പോവാന്ന് പറഞ്ഞ് മാൽദീവ്സിലേക്ക് അങ്ങ് പോയി. 4 ദിവസത്തെ ട്രിപ്പ്. വേറെ എന്തോന്ന് പിന്നെ അവരെ വൈഫിന്റെ ഇതിലെന്തോ സ്റ്റാറ്റസിലിട്ട വേറെ അതൊന്ന് ഗോവയിൽ പോയായിരുന്നു. നമുക്കും പോവാന്ന് പറഞ്ഞു. അന്നേരം വിളിച്ചു. അന്നേരം ഗോവയ്ക്ക് പോയി. ഇങ്ങനെയൊക്കെ തോന്നിയോളം നടക്കാൻ പറ്റുന്ന ടൈം ഫ്രീഡം ഉള്ള ഫിനാൻഷ്യൽ ഫ്രീഡം ഉള്ള ഒരു ഇൻഡസ്ട്രി അത്. ഇതിന്റെ പവർ നമ്മൾ മനസ്സിലാക്കുക. ഒരു ചെറിയൊരു കഥയും കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. അതായത് തുടക്കക്കാർക്ക് നിർബന്ധമായിട്ടും കേൾക്കേണ്ട കഥയാണ്. 2 സുഹൃത്തുക്കൾ. അത് നിങ്ങൾ തന്നെയാണ് വിചാരിച്ചോളൂ, ഞാൻ തന്നെയാണ് വിചാരിച്ചോളൂ. 2 സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. ആ സുഹൃത്തുക്കൾ ദിവസവും അവരുടെ അങ്ങാടിയിൽ കവലയില് ഇങ്ങനെ ഇതിട്ടിരിക്കല്ലോ, ഒരു ഇരിപ്പിട്ടുണ്ടാവല്ലോ, വായ്നോക്കികൾക്കുള്ള ഇത്, അല്ലെങ്കിൽ ഇങ്ങനെ സമയം കൊല്ലികൾക്കായിട്ടുള്ള ഒരു സീറ്റ് ഉണ്ടാവില്ല കവലയില്, ചായക്കടയുടെ അടുത്ത്. അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ കഥ പറയും. ഓരോ പരിപാടി ഇടും. നമുക്ക് അത് ചെയ്തു നോക്കാം, വലിയ ബിസിനസ് ചെയ്യാം, അത് ചെയ്യുക എന്നൊക്കെ പറയും. എന്നുവെച്ചാൽ ഫ്യൂച്ചർ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഒരു വലിയ ചർച്ചയിലാണ്. അങ്ങനെ ചർച്ച ചെയ്തിട്ട് അപ്പൊ ഒരിക്കൽ ഒരു ഫ്രണ്ട് ഐഡിയ പറഞ്ഞു, എടാ നമുക്ക് പശുവിനെ വാങ്ങാം. പണ്ട് നമ്മളേതോ സിനിമയിൽ മോഹൻലാൽ ശ്രീനിവാസോട് പശു വാങ്ങിയില്ലേ, അത് നമുക്കൊരു പശുവിനെ വാങ്ങാം, നല്ലൊരു കറവ പശുവിനെ. അതിന്റെ പാല് വിൽക്കാം. ഇപ്പൊ ഗോമൂത്രത്തിന് വരെ വിലയാണ്. അപ്പൊ ചാണകം വിൽക്കാം. നല്ല വരുമാനമുള്ള പരിപാടിയാണ് സംഭവമാണ്. അപ്പൊ കുറച്ച് കഴിയുമ്പോ അത് പെട്ടെന്ന് പ്രസവിക്കും, കുട്ടികൾ ഉണ്ടാവും.
ആ കുട്ടിയോട് കഴിഞ്ഞ് അതിന്റെ കുട്ടിയും പ്രസവിക്കും. അങ്ങനെ ഇതിന്റെ എണ്ണം കൂടി നമുക്ക് 2-3 കൊല്ലാകുമ്പോഴത്തേക്ക് വേണമെങ്കിൽ ഒരു വേറെ പശുവിനൊക്കെ വാങ്ങിയിട്ട് ഒരു 10-600 പശുക്കള് നമ്മൾ അനീഷ് സാറിന് ഈ ഫാം ഉണ്ട് കേട്ടോ. അതേപോലെ ഒരു ഫാം തുടങ്ങാം. അപ്പൊ നമുക്ക് നല്ല ഫിനാൻഷ്യൽ സെറ്റപ്പ് ആവാന്നൊക്കെ പറഞ്ഞു. ഓക്കെ, അടിപൊളി, എന്നാ ശരി എന്ന് പറഞ്ഞു. അങ്ങനെ രംഗം 1 കഴിഞ്ഞ കഥേന്റെ രണ്ടാമത്തെ രംഗം ഒരു 3 കൊല്ലത്തിന് ശേഷം 3 കൊല്ലത്തിന് ശേഷം ഇതേ കവലയിൽ വലിയ മാറ്റമൊന്നുമില്ല. ചില സ്കൂളൊക്കെ ഉള്ള ഏരിയയിലുണ്ടല്ലോ, അതൊന്നും മാറ്റം ഉണ്ടാവില്ല. ചില കവലയിൽ അങ്ങനെ അറിയോ, അങ്ങനെ പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടാവില്ല, അതേപടി തന്നെ ഉണ്ടാവുക. ആ കവലയില് ഇയാള് ഇതേപോലെ തന്നെ ഇരിക്കുന്നു. ആ കവലയിൽ അതിന്റെ തൊട്ട് സൈഡിലേക്ക് ഒരു ബെൻസ് കാർ വന്ന് നിൽക്കുക. ബെൻസ് കാറിന്ന് ഇറങ്ങി വരുന്നത് ഈ ഉപദേശം കേട്ട സുഹൃത്താ. ഇവിടെ ഇരിക്കുന്നതാരാ? ഈ ഐഡിയ പറഞ്ഞ ആള്. ഈ ഐഡിയ പറഞ്ഞ ആൾ ഇപ്പോഴും ഇവിടെ ഇരിക്കുക. മറ്റോൻ അത് കേട്ട് പോയിട്ട് എന്ത് ചെയ്തു? ഇംപ്ലിമെന്റ് ചെയ്തു. ഇവനിപ്പോ 10, 100, 100 ചില്ലാണ് പശുക്കളുള്ള ഒരു ഫാം ഉണ്ട്. കാറും ബെൻസ് വരെ ഇവൻ വാങ്ങി. അപ്പൊ ഇവനെ കണ്ടപ്പോ ആശ്ചര്യം, എടാ ഇതെങ്ങനെ സംഭവിച്ചെന്ന് ചോദിച്ചു. അപ്പൊ നിനക്കൊന്നും സാധിച്ചില്ലേന്ന് ചോദിച്ചു. അപ്പൊ ഞാനത് അന്ന് പറഞ്ഞത് പശു വാങ്ങി, പശുവിനെ വാങ്ങി. പിന്നെ ഇപ്പൊ എനിക്കൊരു 10, 100 ചില്ലാണ് പശുക്കളുള്ള വലിയൊരു ഫാം ഉണ്ട്, പണിക്കാരുണ്ട്, ബംഗാളികളെ വെച്ച് ഇപ്പൊ സെറ്റപ്പിലായിട്ടുണ്ട്. ഞാനോ നിനക്ക് നീ എന്താ ചെയ്യാന്ന് ചോദിച്ചു. നീ എന്താ ചെയ്തു ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ അന്ന് രാത്രി കിടക്കാൻ നേരം ഭാര്യനോട് പറഞ്ഞു ഇങ്ങനെ പരിപാടി. അന്നേരം ഭാര്യ എന്നോട് പറഞ്ഞു, ആ പശു അങ്ങനെ ചത്തുപോയാലോ എന്ന്. ഈ പശു ഒക്കെ ചത്തു, അതുകൊണ്ട് ഞാൻ തുടങ്ങിയില്ലാന്ന്. സുഹൃത്തുക്കൾ, എനിക്ക് പറ്റിയ അവതാ ഭാര്യന്റെ വാക്ക് കേട്ടത് കൊണ്ട് എന്റെ 1.25 കൂടി പോയത്. ഭാര്യന്റെ വാക്ക്, ഭാര്യ എന്നോട് പറഞ്ഞ കപ്പിൽ കുടിച്ച് ആരെങ്കിലും വയറ്റിന് പോയാലോ എന്ന് എന്നോട് ഭാര്യ ചോദിച്ചതെങ്കിൽ ചോദിച്ച് ഇതേപോലെ ചോദ്യമാണ്. അത് കേട്ട് ഞാൻ പേടിച്ച് പണിക്ക് ഇറങ്ങാൻ വൈകി. ഒറ്റ കാര്യം, ധനീഷ് സാറ് വിളിക്കുന്ന എല്ലാ ട്രെയിനിങ്ങിന് പോകുന്നതിനെ കൊണ്ട്, ഇവളറിയാതെ പോകുന്നതിനെ കൊണ്ട് എനിക്ക് ചാർജ് വിടാണ്ടിരുന്നതിനെ കൊണ്ട് രക്ഷപ്പെട്ട്. പക്ഷെ 1.25 കോടി എനിക്ക് പോയി. കാരണം എന്താ? സുബീഷ് സാറ് 2 കോടി ഉണ്ടാക്കി, ഞാൻ 25 ലക്ഷം ഉണ്ടാക്കിയിടും. 25-26 ലക്ഷം ഉറുപ്പിക ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇത് തുടക്കക്കാർക്ക് പറ്റുന്ന പാടാണ്. വീട്ടിൽ പോയിട്ട് ഭാര്യയോട് പറയലല്ല വേണ്ടത്, അടുത്ത ആഴ്ചത്തെ പ്രോഗ്രാമിലേക്ക് ഭാര്യയെ കൊണ്ടുപോകലാണ്. വീട്ടിൽ പോയിട്ട് ഭർത്താവിനോട് പറയല്ല വേണ്ടത്, അടുത്ത ആഴ്ചത്തെ പ്രോഗ്രാമിലേക്ക് ഭർത്താവിനെ കൊണ്ടുപോകലാണ്. ഒരു ഉപദേശം കൂടി ഞാൻ തരാം, രക്ഷപ്പെടാൻ. ഈ ഇൻഡസ്ട്രി തലമുറകൾ കൈമാറുന്ന കോടികൾ വരുമാനം വരുന്ന ഇൻഡസ്ട്രിയാണ്. നിങ്ങളുടെ മക്കൾ ചിലപ്പം CA-ക്കായിരിക്കും പഠിക്കുന്നത്, അല്ലെങ്കിൽ MBBS-നായിരിക്കും പഠിക്കുന്നത്. എന്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ മക്കളുണ്ട് MBBS പഠിക്കുന്ന, CA പഠിക്കുന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട്. ഇവര് ഡോക്ടറെ പഠിക്കുകയല്ല പോകേണ്ടത്. എടുത്തോട്ടെ, ഒരു പാഷൻ എന്നുള്ള രീതി. ഇപ്പൊ എന്റെ വൈഫ് ഇപ്പോഴും ടീച്ചറായിട്ട് പോകുന്നുണ്ട്. അതെന്താ അറിയോ? അവിടെ നിന്ന് കിട്ടുന്ന പൈസക്ക് വേണ്ടി പോകുന്നതല്ല. അതിന്റെ ഒരു കഥയും കൂടി പറയുന്നത്, സമയം വൈകി, എന്നാൽ അതുകൂടി നിങ്ങളോട് പറയണം. അവിടെ നിന്ന് കിട്ടുന്ന പൈസക്ക് വേണ്ടിയല്ല എന്റെ ഭാര്യ പോകുന്നത്. അവർക്ക് ടീച്ചിങ് ആ ഒരു പാഷനാണ്. കുറെ ബന്ധങ്ങൾ, അവര് ഗ്രൂപ്പായി പോയി. ആ ടീച്ചേഴ്സ് ആയിട്ടുള്ള ബന്ധങ്ങൾ ആ ഒരു സൗഹൃദം നിലനിർത്താൻ വേണ്ടി പോകുന്നതാണ്. ഈ ടീച്ചേഴ്സ് ഐഡിയ അടിച്ച് വർക്ക് ചെയ്യാൻ തുടങ്ങാനുള്ള കാരണം കൂടി ഞാൻ പറഞ്ഞേ. വൈഫിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന 6-7 ടീച്ചർമാർ ഇപ്പൊ TC റാങ്കിലൊക്കെ ഉള്ള ടീച്ചേഴ്സ് ഇപ്പൊ ഉണ്ട്. ഇവര് വന്ന എങ്ങനെയാണെന്ന് അറിയോ? കൊറോണയുടെ സമയത്ത് ആ കോളേജിൽ ഒക്കെ ഓൺലൈൻ ക്ലാസ് ആയി മാറിയല്ലോ. മക്കൾ ആരും ഫീസ് കൊടുക്കൂല, വളരെ കുറച്ച് ആൾക്കാരെ ഫീസ് കൊടുക്കും. അപ്പൊ ടീച്ചേഴ്സിന് സാലറി കൊടുക്കണ്ടേ? ടീച്ചേഴ്സിന് സാലറി കൊടുക്കാൻ പ്രിൻസിപ്പാൾ എടുത്ത് ഉണ്ടാവില്ല. ഇത് നടത്തുന്ന പ്രിൻസിപ്പാൾ എടുത്ത് കയ്യിൽ വലിയ പൈസ ഉണ്ടാവില്ല. അപ്പോൾ എന്ത് ചെയ്യും? കിട്ടിയ പൈസ എല്ലാം കൂടി ഒപ്പിച്ച് ഫുൾ പൈസ അല്ല, ഫുൾ സാലറി കൊടുക്കൂല. അവർ ബേസ് ആണ് അവർക്ക് ശമ്പളം ഉണ്ടാവുക. അവർ ബേസിലുള്ള ആൾക്കാർ, അതേപോലെ തന്നെ പിന്നെ ഡെയിലി സാലറി ഒക്കെ ഉള്ള ആൾക്കാരുണ്ട്. അപ്പൊ ശമ്പളം കൊടുക്കാൻ ടീച്ചർ എടുത്തുണ്ടാവില്ല. അപ്പൊ ടീച്ചർ ഇങ്ങനെ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ എന്റെ വൈഫ് അറിയും, ടീച്ചർ എനിക്കിപ്പം വേണ്ട, പിന്നെ മതി എന്നറിയും. അങ്ങനെ 2, 3, 4 മാസമായപ്പോഴും ഇപ്പം വേണ്ട പിന്നെ മതി എന്നറിയും. ഇപ്പം വേണ്ട പിന്നെ മതി. അതെന്താ ടീച്ചർ നിങ്ങൾക്ക് പൈസ വേണ്ടാത്ത എന്ന ചോദ്യം ഇവളോട്. അപ്പൊ അവള് ഫോണിൽ ആപ്ലിക്കേഷൻ എടുത്ത് കാണിച്ചു കൊടുത്തു. 15,000, 16,000, 18,000 ഉറുപ്പിക എന്തുണ്ട് എവറി വീക്ക്. ഇതെങ്ങനെ സംഭവിച്ചെന്ന് വെച്ചു. അപ്പൊ വന്ന് ഐഡിയ അടിച്ചിട്ടുള്ളൂ അന്ന് തുടക്കത്തില്. ഇത് ഐഡി കൂടി വരുന്ന വരുമാനാന്ന് പറഞ്ഞു. അപ്പൊ തൽക്കാലാണെന്നുള്ള പൈസ കിട്ടിയില്ലെങ്കിൽ പ്രശ്നമില്ലാത്ത അവസ്ഥ. അതുകൊണ്ട് പിന്നെ അവർ സജീവമായിട്ട് ഇറങ്ങി. അവർ വേഗം TC-കളും ഇപ്പൊ ടച്ചിങ് ATC വരെ ആയ ടീച്ചേഴ്സ് ഉണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെറിയ കാര്യങ്ങളെ ചെയ്യാൻ സ്ഥിരമായി റെഗുലറായി പ്രോഗ്രാമുകളും മീറ്റിങ്ങുകളും അറ്റൻഡ് ചെയ്തതാ. ഇത് വിജയിക്കാനുള്ള ആദ്യത്തെ പടിയാണ് മോർണിംഗ് മീറ്റ്. 333 ആളുകൾ. നിങ്ങൾ ഇതിൽ കിട്ടുന്ന ഓരോ ഇൻഫർമേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ തയ്യാറാവുകയാണെങ്കിൽ നിങ്ങളുടെ തലമുറകളിൽ ഇപ്പൊ രാജീവ് ഗാന്ധിന്റെ അച്ഛൻ ആരാണ്? അവരച്ഛൻ ആരാണ്? അതിന്റെ അച്ഛൻ ആരാണെന്ന് ചോദിച്ചാൽ അറിയണ്ടാവും. പക്ഷെ
നമുക്ക് അച്ഛന്റെ പേര് അറിയാം, അതിന്റെ അച്ഛന്റെ പേര് അറിയില്ല. കാരണം എന്താ, ഓരങ്ങനെ പ്രത്യേകിച്ചൊന്നും ചെയ്തു വെച്ചില്ല. അതേപോലെ തലമുറകൾ നമ്മൾ ഫോട്ടം വെച്ച് ആരാധിക്കുന്ന രീതിയിലേക്ക് വരും. കാരണം എന്താ, നമ്മൾ ആ രീതിയിൽ നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇവിടെ അടയാളപ്പെടുത്തുകയുണ്ടായി. പലരുടെയും ജീവിതത്തിലും കുടുംബത്തിലും സന്തോഷങ്ങളും ആരോഗ്യവും മേടിക്കൊടുക്കും. പൈസയേക്കാൾ ഉപരി ഞാനിത് കാണുന്നത് അറിയോ, ഒരുപാട് ആളുകളുടെ പ്രശ്നങ്ങൾ ഞാൻ കൊടുത്തിട്ട് 25 വർഷമായിട്ട് ട്രീറ്റ് ചെയ്തിട്ട് മാറാത്ത വെരിക്കോസ് വെയിൻ ക്ലിയർ ആയ ആളുകളുണ്ട്. പാർക്കിൻസൺസ് മാറിയ ആൾക്കാരുണ്ട്. പാർക്കിൻസൺസ് ഇങ്ങനെ വരയ്ക്കുന്ന പ്രശ്നമല്ലേ, ഇത് മാറൂല, ഇത് മാറിയ ആൾക്കാരുണ്ട്. അവരുടെയൊക്കെ സന്തോഷം ഉണ്ടല്ലോ, അത് നമുക്ക് അനുഗ്രഹങ്ങളാണ്. അങ്ങനെ കിട്ടുന്ന വലിയൊരു പ്രോജക്റ്റാണ്. കുറഞ്ഞ് എനിക്ക് തന്നതിനേക്കാളും കൂടുതൽ സമയം പറഞ്ഞു. കാരണം വെച്ചാൽ ഡയറക്ട് സെല്ലിങ്ങിനെ പറ്റി, നമ്മുടെ കമ്പനിയെ പറ്റിയും പറഞ്ഞാൽ ഒരുപാട് പറയാനുണ്ട്. സപ്താഹം നടത്തിയാൽ തീരാത്ത അത്രയും ക്വാളിറ്റീസ് പറയാനുള്ള കമ്പനിയാണിത്. ഞാൻ അത്രയൊന്നും പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ മുമ്പ് ഇവിടെ വന്ന് പറഞ്ഞതിനെ കൊണ്ട് അതിനൊന്ന് മാറി പറയാൻ വേണ്ടി ശ്രമിച്ചതാണ്. എന്തായാലും കുറച്ചൊക്കെ കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്നെ ശ്രമിച്ച എല്ലാ ആളുകൾക്കും വലിയ വിജയങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു വെരി മച്ച്. ഓക്കെ സുരേഷ് സാർ, എന്തായാലും ഇന്നത്തെ